ഏറ്റവും സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനാത്മാക്കൾ എന്ന ഈ കൺവെൻഷൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനായജ്ഞത്തിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ്, തൃത്വത്തിൻ്റെ വലിയ ശക്തമായ ഒരു അവബോധം അവിടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈ ദിവസങ്ങളിലെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇന്നും നമ്മെ പഠിപ്പിക്കേണ്ടത്. നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ പഠിച്ചവ ഓർത്ത് രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് അഭിഷേകം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, ഒറ്റ വിളി ആത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ, ആത്മാവേ നിറയണമേ. ആരാധന 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 ആരാധന. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ഞങ്ങളുടെ ചേതനകളെ, ഞങ്ങളുടെ ആത്മാക്കളെ, ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ വൈകാരിക മേഖലകളെ, ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ സമസ്ത മേഖലകളിലും അവിടുന്ന് നിറഞ്ഞ് ഞങ്ങളിൽ കവിയണമേ.
ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറന്നുവല്ലോ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറന്നുവല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും ഉയർത്തി വിളിക്കുന്നു, ആത്മാവേ കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ആത്മാവേ ആത്മാവേ ആത്മാവേ, ദൈവത്തിന്റെ അരൂപിയെ വന്ന് നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശുശ്രൂഷയിൽ വന്ന് നിറയണമേ, ബോധ്യങ്ങൾ നൽകണമേ, അഭിഷേകം ചെയ്യണമേ, കൃപകൾ വർഷിക്കണമേ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരിലും നിറഞ്ഞ് ഞങ്ങളുടെ മരണം വരെയും ഈ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ കേട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ചു തന്നെ ജീവിക്കാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ എന്തെല്ലാം നേടിയാലും പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികളിലൂടെ ഞങ്ങൾ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം നഷ്ടമാകുമെന്ന് ഞങ്ങൾ അറിയാം. അതുകൊണ്ടോ ആത്മാവേ, ഞങ്ങളോടൊപ്പം ചരിക്കണമേ. ഞങ്ങൾ അങ്ങയോടൊപ്പം ചരിക്കാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ. അങ്ങനെ ഞങ്ങളും ഈ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മാത്രമല്ല, പ്രാർത്ഥിക്കാൻ, ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ജീവിച്ചിരിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കാൻ ഞങ്ങളാൽ ആവും വിധം ഞങ്ങൾക്ക് സാധിക്കുന്ന വഴികളിലൂടെ എല്ലാം ശ്രമിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹമുള്ളവരെയും, നമ്മളിന്ന് ശുദ്ധീകരണ സ്ഥലത്തെ സഹനാത്മാക്കൾ എന്ന ഈ പ്രാർത്ഥനായജ്ഞത്തിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമായ വെളിപ്പെടുത്തൽ തിരുസഭയിലൂടെ കാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ്. മരിച്ചവരും അല്ലെങ്കിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളും അവരുടെ ശരീരങ്ങളും ഒക്കെ തമ്മിലുള്ള അവയുടെ ബന്ധത്തെക്കുറിച്ചും അവയുടെ അവസ്ഥകളെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ. അതൊരിക്കലും സഭ ഒരു ദിവസം പ്രത്യേകമായി അതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നതല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പ്രഖ്യാപനം നടത്തുന്നതല്ല. യേശുവിൽ നിന്ന് കേട്ട്, യേശുവിൽ നിന്ന് പഠിച്ച്, കാലങ്ങളായി മനസ്സിലാക്കി, കാലങ്ങളായി തിരുസഭയിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ആ സത്യങ്ങളെ, ഈ സത്യങ്ങളെ മുഴുവനും ഓരോ കാലഘട്ടത്തിൽ തിരുസഭ ദൈവമക്കൾക്ക് വ്യാഖ്യാനിച്ച് നൽകുകയാണ്. അങ്ങനെയാണ് പലപ്പോഴും യേശുവിലൂടെ വെളിപ്പെട്ടത് ഓരോ കാലഘട്ടത്തിലും നമുക്ക് അത് വ്യാഖ്യാനിച്ച്, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് സഭ വ്യാഖ്യാനിച്ച് നൽകുന്നത്. അങ്ങനെ ഒരു പഠനമാണ് ഈ ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ മരണമടഞ്ഞവരുടെ അവസ്ഥകളെക്കുറിച്ചുള്ള പഠനമെന്ന് പറയുന്നത്. അതെല്ലാം ബൈബിളിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെ.
അല്ലാതെ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല. ബൈബിളിൻ്റെ അടിത്തറയിലും പാരമ്പര്യത്തിൻ്റെ അടിത്തറകളിലുമൊക്കെ കിടക്കുന്ന ഈ കാര്യങ്ങൾ അത് കാലങ്ങൾ ചെല്ലുന്തോറും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് തിരുസഭ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കി അതിനെ പഠിച്ച് അതിനെ വേണ്ട വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്ന് കരുതി സഭയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നല്ല. സഭയ്ക്ക് ചില സന്ദർഭങ്ങളിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. സഭയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ സഭയ്ക്ക് അല്ലെങ്കിൽ ആ സഭയെ നയിക്കുന്നവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ തെറ്റുകളുടെ പേരിൽ പലപ്പോഴും മാർപ്പാപ്പമാർ, പ്രത്യേകിച്ച് ജോൺ പോൾ പാപ്പയൊക്കെ എത്രയോ തവണയാണ് ആ തെറ്റുകളുടെ പേരിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ബെനഡിക്ട് മാർപ്പാപ്പയും മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സഭയിൽ തന്നെ, സഭാ നേതൃത്വത്തിൽ തന്നെ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ഗതികളിൽ. അപ്രകാരം അങ്ങനെ വന്ന തെറ്റുകൾ പലപ്പോഴും സഭയെ തന്നെ പലപ്പോഴും സഭയുടെ മുഖമൊക്കെ വികൃതമാക്കി പോകാനായിട്ട് കാരണമായിട്ടുണ്ട്. അങ്ങനെ ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പോകുന്ന ദണ്ഡവിമോചനം എന്ന് പറയുന്ന. ഒത്തിരി പേർക്ക് സംശയങ്ങളുള്ള ഒരു മേഖലയാണത്. വ്യക്തതയില്ലാത്ത, എന്നാൽ അതിൻ്റെ കൃത്യതകൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോയിട്ടുള്ള ഒരു വിഷയമാണത്. ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ തന്നെ പറയണമെന്ന് എന്നോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പലരും ഷെക്കേന ടി വിയിൽ തന്നെ പലരും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളും ആഴമായി പഠിക്കണം. ചരിത്രപരമായിട്ട് ഉള്ള വലിയൊരു കാര്യം തന്നെയാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. അതും ചരിത്രഗതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ചരിത്രഗതിയിൽ മിസ്യൂസ് ചെയ്യപ്പെട്ട ഒന്നാണത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അല്പമായിട്ടൊന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. എന്താണ് ദണ്ഡവിമോചനം എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായി ഉത്തരം നൽകുന്നത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അതിൻ്റെ 1471 പാരഗ്രാഫാണ്. കൃത്യമായിട്ട് പറയും എന്താണ് ദണ്ഡവിമോചനം. അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവത്തിനു മുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. ക്ലിയർ ആണ്? അപ്പോൾ അതിൽ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്, ഓരോന്നും മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം. ഇതാണ് അപരാധ വിമുക്തമായ പാപങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ. അതായത് മാരകമായ പാപമായിരിക്കാം. ഇപ്പം ചിലർക്കൊക്കെ ചിന്തയുണ്ട്, ഇപ്പോൾ ഞാൻ ചെയ്ത പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുകയോ? ക്ഷമിക്കുകയില്ല. അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ തെറ്റാണ്. അതാണ് കാറ്റഗിസവും അതിനെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധാത്മാവിനെതിരായ തെറ്റാണ് ദൈവം എന്നോട് ക്ഷമിക്കില്ല എന്ന് പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാതെ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാതെ ഒരു വ്യക്തി സ്വയം നിരാശയിലേക്ക് പോകുന്നതിനെയാണ് പരിശുദ്ധാത്മാവിനെതിരായ തെറ്റ്. പരിശുദ്ധാത്മാവിന് ഈ തെറ്റാണ് ക്ഷമിക്കപ്പെടാത്തത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആരും ചിന്തിച്ചേക്കരുത്, നമ്മുടെ ആരുടെയും നമ്മൾ ചെയ്ത പാപങ്ങൾ ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് ആരും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആരും ചെയ്ത ഒരു പാപവും ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്നേഹരഹിതനായ ഒരുവനല്ല നമ്മുടെ ദൈവം. എല്ലാ പാപങ്ങളെയും അത് മുഴുവനും അനുതാപത്തോടെ അവൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും എത്ര വലിയ പാപമായിരുന്നാലും ശരി, അവയെല്ലാം ക്ഷമിക്കുകയും അവനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹസമ്പന്നനായ കരുണാമൂർത്തിയായ ഒരു ദൈവം നമുക്കുണ്ട് എന്നതിനെ പ്രതി ദൈവത്തിന് നാം നന്ദി പറയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു ദൈവം മറ്റേത് ജനതയ്ക്കാണുള്ളത്? നിന്റെ ഏത് അപരാധവും ക്ഷമിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് എത്രയോ വലിയൊരു സദ്വാർത്തയാണത്. അതുകൊണ്ടാണ് യേശുവിലേക്ക് ഇന്നും ആയിരങ്ങൾ അടുക്കുന്നതും യേശുവിനെ സ്നേഹിക്കുന്നതും. മറ്റു മതസ്ഥരായ എത്രയോ പേര് അവർ ക്രിസ്ത്യാനികളൊന്നും ആകുന്നില്ലെങ്കിൽ തന്നെയും യേശുവെന്ന ആ ഒരു വ്യക്തിത്വത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആ യേശുവെന്ന വ്യക്തിത്വം ഹഠാത് ആകർഷിച്ച അനേകം പേര് ചരിത്രത്തിൽ തന്നെയുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധിജി തന്നെ, അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നുമല്ല,
പക്ഷേ ക്രിസ്തുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാവുകയും ക്രിസ്തുവിനെ ഒത്തിരിയേറെ പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുപോലെ അനേകം പേര് ഉണ്ട്. ചരിത്ര പുരുഷനായ യേശുവിനെ തള്ളിക്കളയുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ യേശു എന്ന വ്യക്തി ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുന്ന ചിലരൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്നുണ്ട്. അത് തനി വിഡ്ഢിത്തരമെന്നേ പറയാനുള്ളൂ. ചരിത്രമെങ്കിലും പഠിക്കണം അങ്ങനെയുള്ളവർ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ആ യേശു ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിൻ്റെ ആ മുഖമെന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റുന്ന, നമുക്ക് വെറുതെ കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏത് പാപങ്ങൾക്കും അവൻ്റെ മുമ്പിൽ, നമ്മുടെ ഏത് അപരാധങ്ങൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ യേശുവിലൂടെ നമുക്ക് മോചനമുണ്ട്, നമുക്ക് മാപ്പുണ്ട്. അവിടുന്ന് നമ്മളിലേക്ക് കാരുണ്യം വർഷിക്കും. ഇവിടുത്തെ കാര്യം ഇതാണ്, ഈ ദണ്ഡവിമോചനങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്. ദണ്ഡവിമോചനം എന്ന് പറയുന്നത് അപരാധ വിമുക്തമായ പാപങ്ങളാണ്. ആ പാപങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയെടുത്ത പാപത്തിൽ നിന്ന്, പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതായത് മാരകമായ പാപത്തിന് നിത്യശിക്ഷയാണുള്ളത്. പക്ഷെ പാപമോചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ കാലിക ശിക്ഷയാണ്. ആ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവത്തിനു മുമ്പാകെയുള്ള, അല്ലാതെ മനുഷ്യൻ്റെ മുമ്പിലോ ഈ ഭൂമിയിലൊന്നുമുള്ള ഇതല്ല, ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ദണ്ഡം എന്നാൽ തന്നെ നമുക്കറിയാം ശിക്ഷ എന്നാണ് അർത്ഥം. ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. അപ്പോൾ വീണ്ടും കാറ്റഗിസം പറയുന്നു, നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്തീയ വിശ്വാസി അത് നേടിയെടുക്കുന്നു. വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷിക എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാരകർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങൾ പലപ്പോഴും ഈ കാറ്റഗിസത്തിൽ തന്നെ പലതവണ ഉപയോഗിച്ചിട്ടുള്ള, കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും ഇൻ്റലിജൻസിയാറും ഡോക്ട്രിന എന്ന് പറയുന്ന 1967 പോൾ ആറാമൻ പാപ്പ ഇറക്കിയ ആ ഒരു രേഖയാണ്, ആ പ്രമാണരേഖയാണ്. ആ രേഖയാണ്, ആ ഡോക്യുമെൻ്റാണ് ഇതിലും കാറ്റഗിസത്തിലും പ്രധാനമായിട്ടും കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇന്നാണെങ്കിലും ഈ ഇൻ്റലിജൻസസ് എന്നാണ് ഇംഗ്ലീഷിൽ ദണ്ഡവിമോചനത്തിന് പറയുന്നത്. ഇൻ്റലിജൻസസിനെ കുറിച്ച്, ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് സഭയിൽ എല്ലാ കാലത്തും പഠിപ്പിച്ചിട്ടുണ്ട്. പോൾ ആറാമൻ പാപ്പയാണ് അതിനെക്കുറിച്ച് സമ്യക്കായിട്ട് ഒരു രേഖയിലൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട വശങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്നും എങ്ങനെയാണ് ഈ ദണ്ഡവിമോചനം സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇൻ്റലിജൻസിയാറും ഡോക്ട്രിന എന്ന് പറയുന്ന ആ ഒരു രേഖ വഴിയായിട്ട്. അപ്പോൾ കുമ്പസാരമെന്ന കൂദാശയിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കുന്ന പാപമോചനം, ഈ പാപമോചനത്തിന് ശേഷവും ബാക്കി നിൽക്കുന്ന കാലിക ശിക്ഷയിൽ നിന്ന് ദൈവത്തിനു മുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റദ്ദ് ചെയ്യലാണ്, ശിക്ഷയുടെ ഇളവ് ചെയ്യലാണ് അല്ലെങ്കിൽ റദ്ദ് ചെയ്യലാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് എന്ന് കൃത്യമായി തന്നെ സഭ പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു 1471 പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ പൂർണ്ണമോ ആകാം. അപ്പം രണ്ട് വിധത്തിലുള്ള ദണ്ഡവിമോചനങ്ങൾ ഇതിലുണ്ടാകാം. ഒന്നുകിൽ ഭാഗികമാകാം, അല്ലെങ്കിൽ പൂർണ്ണമാകാം. പൂർണ്ണമാണോ ഭാഗികമാണോ എന്ന് നിർണയിക്കുന്നത് പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായിട്ടാണോ പൂർണ്ണമായിട്ടാണോ ഇളവ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചുള്ള കാര്യമാണ്. പൂർണ്ണ ദണ്ഡവിമോചനമാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം, അത് പൂർണ്ണമായും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും വ്യവസ്ഥകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഭാഗിക ദണ്ഡവിമോചനമായി മാറും എന്നുള്ളതാണ്.
അപ്പോൾ മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ താൽക്കാലിക ശിക്ഷകളെ പൂർണ്ണമായും നീക്കിക്കളയുകയോ അല്ലെങ്കിൽ അല്പം ലഘൂകരിക്കാനോ സാധിക്കുന്ന ആ രണ്ട് മാർഗങ്ങളിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും ഭാഗിക ദണ്ഡവിമോചനങ്ങളും വഴി നടക്കുന്നത് അതാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്ന കാര്യം. ഇതിൽ വീണ്ടും തുടർന്ന് സഭയുടെ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1474 മുതൽ പിന്നീട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ദണ്ഡവിമോചനത്തിൻ്റെ വളരെ സുപ്രധാനമായ 1-2 കാര്യങ്ങളാണ്. അതിലൊന്ന് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നതൊന്നാണ്. രണ്ടാമത്തത് സഭയുടെ നിക്ഷേപം അല്ലെങ്കിൽ സഭയുടെ ഭണ്ഡാരം, ട്രഷറി ഓഫ് ചർച്ച് എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങളെക്കുറിച്ച് കൂടെ കാറ്റഗിസവും പറയുന്നുണ്ട്. ദണ്ഡവിമോചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ 2 കാര്യങ്ങളാണത്. എന്താണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത്? ദണ്ഡവിമോചനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ എന്താ ഉള്ളത്? അത് ഇവിടെ കാറ്റഗിസം പറയുന്നത് ഇങ്ങനെയാണ്. 1474 തൻ്റെ പാപത്തിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുവാനും ദൈവത്തിൻ്റെ കൃപാവര സഹായത്താൽ തന്നെ വിശുദ്ധീകരിക്കുവാനും പരിശ്രമിക്കുന്ന ക്രിസ്ത്യാനി ഒറ്റപ്പെട്ടവനായിരിക്കുകയില്ല. അതായത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ക്രിസ്ത്യാനി ഒരിക്കലും ഒറ്റയാനല്ല. ഒറ്റയാനായിട്ട് പോകുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ക്രൈസ്തവികതയുടെ ഒരു ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല. കാരണം അവനൊരിക്കലും ഒറ്റയ്ക്കല്ല, അവൻ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ സഭയെക്കുറിച്ച് പറയുന്നത് ഒരു ശരീരവും അതിലെ വിവിധ അവയവങ്ങളുമാണ് സഭയെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശരീരമാണ് സഭയെന്ന് പറയുന്ന ഈ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അത് ജീവിച്ചിരിക്കുന്നവരും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും സ്വർഗത്തിലുള്ള ആത്മാക്കളും, ഈ 3 സഭയിൽപ്പെട്ടവരും ഒന്നിച്ചു ചേരുന്ന ഐക്യത്തിൻ്റെ ഒരു മേഖലയാണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത്. വീണ്ടും 1475 പറയുന്നുണ്ട്, പുണ്യവാന്മാരുടെ ഐക്യത്തിൽ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നവരും ശുദ്ധീകരണ സ്ഥലത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം നേടുന്നവരും ഇപ്പോഴും ഭൂമിയിൽ തീർത്ഥാടകരായി കഴിയുന്നവരുമായ വിശ്വാസികൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ശാശ്വതമായ ഒരു ബന്ധവും എല്ലാ നന്മകളുടെയും സമൃദ്ധമായ വിനിമയവും ഉണ്ട്, കമ്മ്യൂണിക്കേഷനും ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സുന്ദരമായ ആവേശകരമായ ഒരു കാര്യമല്ലേ ഇതൊക്കെ? ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം ജീവിച്ചിരിക്കുന്നവരും ശുദ്ധീകരണ സ്ഥലത്തുള്ളവരും സ്വർഗത്തിലുള്ളവരും ഈ ആത്മാക്കൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം മാത്രമല്ല, പരസ്പര ബന്ധം, എല്ലാ നന്മകളുടെ പരസ്പര കൈമാറ്റം, ഇതൊക്കെ സമൃദ്ധമായ വിനിമയം, ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവിടാണ് ഈ വിശുദ്ധരുടെ ഐക്യം അല്ലെങ്കിൽ പുണ്യവാന്മാരുടെ ഐക്യം, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്ന കാര്യമാണ്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ലേ, അതിതാണ്. ഇത് നമ്മൾ വിശ്വാസ പ്രമാണമായി തന്നെ പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പുണ്യവാന്മാരുടെ ഐക്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പുണ്യവാന്മാരുടെ ഐക്യത്തെക്കുറിച്ച് പോൾ ആറാമൻ പാപ്പ ഇൻ്റലിജൻസിയാറും ഡോക്ട്രിന എന്ന് പറയുന്ന ആ ഒരു രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നവരും, അദ്ദേഹം പറയുന്ന കാര്യമാണ് ഇവിടെ ഇപ്പോൾ കാറ്റഗിസത്തിൽ തന്നെ എടുത്തു പറഞ്ഞതും അത് തന്നെയാണ്. അദ്ദേഹം പറയുകയാണ്, വ്യക്തികളുടെ പാപത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും യോഗ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്രമാക്കാൻ കർത്താവിൻ്റെ അജപാലകർക്ക് കഴിയും എന്ന ബോധ്യം സഭയിൽ എക്കാലവും നിലനിന്നിരുന്നു. അപ്പം ഇത് സഭയിൽ എല്ലാ കാലത്തുമുള്ള ഒരു അവബോധമാണ്. ഈ വ്യക്തികളുടെ പാപത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന്, അതായത് കാലിക ശിക്ഷയിൽ നിന്ന് ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും യോഗ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ സ്വതന്ത്രമാക്കാൻ പറ്റുമെന്നുള്ള അവബോധം സഭയിൽ എന്നും ഉണ്ടായിരുന്ന കാര്യമാണ്. ആദിമസഭയിലുണ്ടായിരുന്നു. 4, 5, 6, 7 നൂറ്റാണ്ടിൽ, 10, 11, 12 നൂറ്റാണ്ടുകളിൽ, എല്ലാ നൂറ്റാണ്ടുകളിലും ഈ അവബോധം ഉണ്ടായിരുന്നു. അപ്പം ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ആ കൂട്ടായ്മയിൽ നിന്നുള്ള അവരുടെ യോഗ്യതകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ
അവരുടെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഇളവ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത. ഇത് നമ്മൾ അത് വീണ്ടും പാപ്പ പറയുന്നത് ഇനി അത് ആദിമസഭയിൽ ഇന്നലെ ഞാൻ സൂചിപ്പിച്ച തെർത്തുല്യൻ, സഭാപിതാവായ തെർത്തുല്യനും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മുഴുസഭയും ഒരു ശരീരമെന്ന പോലെ ക്രിസ്തുവാകുന്ന ശിരസിനോട് ഐക്യപ്പെട്ട് പരിഹാരം ചെയ്യുകയാണ് എന്നാണ് ആദിമസഭാ പിതാവായ തെർത്തുല്യൻ പറയുന്നത്. അപ്പം ഒരു പാവപരിഹാരവും, അതായത് അതേസമയം ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, ആരുടെയും സ്വന്തം പാവപരിഹാരം, നമ്മൾ തന്നെ കുറേ പാവപരിഹാരങ്ങൾ നമ്മളുടേതായ യോഗ്യതയാൽ നമ്മൾ ചെയ്താൽ അതിന് പാപങ്ങൾക്ക് പരിഹാരമാകുമെന്ന്, അല്ലെങ്കിൽ മരിച്ചവരുടെയോ നമ്മുടെയോ ശിക്ഷകളിൽ നിന്ന് പരിഹാരമാകുമെന്ന് സഭ ഒരിക്കലും പറയുന്നുമില്ല. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത നമുക്കുണ്ടാകണം. അതായത് ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ ആ വിശുദ്ധരുടെ കൂട്ടായ്മയിലൂടെ അവരുടെ യോഗ്യതകളിലൂടെ നേടിയെടുക്കുന്ന ആ ആത്മീയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവരുടെ കാലിക ശിക്ഷയിൽ നിന്ന് അവർക്ക് ഇളവ് കിട്ടുമെന്നുള്ളത് സഭ എന്നും അവബോധത്തോടെ പഠിപ്പിച്ച കാര്യമാണ്. അതേസമയം ഇതാ പറയുന്നത്, വ്യക്തിപരമായ സ്വന്തം യോഗ്യതയിലൂടെ തങ്ങളുടെ സഹോദരങ്ങൾക്കോ തങ്ങൾക്ക് തന്നെയോ പാവപരിഹാരം നേടിയെടുക്കാൻ പറ്റുമെന്ന് സഭ ഒരിക്കലും പഠിപ്പിക്കുന്നുമില്ല. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ഇടയിൽ തന്നെ ചിലരുടെ പഠനങ്ങളും ചിലർ പറയുന്നതും ചിലർ ചെയ്യുന്നതുമായ കാര്യങ്ങൾ നോക്കിയാൽ അവരിങ്ങനെ അവരുടേതായ രീതിയിൽ കുറേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ക്രിസ്തുവിൻ്റെയോ ഈ വിശുദ്ധരുടെ കൂട്ടായ്മയുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം ഫലമുണ്ടെന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സഹിക്കുന്ന സഹനമാകട്ടെ അല്ലെങ്കിൽ ചെയ്യുന്ന പരിഹാരങ്ങളാകട്ടെ അതൊക്കെയും ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്തും ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും യോഗ്യതകളോട് ചേർത്തുകൊണ്ടാണ് നമ്മുടെ സഹനങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിന് വിലയുള്ളതായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ആരുടെയും സഹനം വിശുദ്ധിയിൽ നിന്നല്ല. നമ്മുടെയൊക്കെ സഹനങ്ങളെല്ലാം അതെല്ലാം പാപത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള പാപം തന്നെ സമ്മാനിച്ചിട്ടുള്ളതാണ് പലതും. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളാരും അത് ഈശോയുടെ കുരിശിൽ മരിക്കുന്ന സമയത്ത് ആ കുരിശിൻ്റെ വശത്തുണ്ടായ നല്ല കള്ളൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തവരാ, നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മുടെ തെറ്റിനുള്ള ശിക്ഷയാണ് നമ്മൾ, പക്ഷെ അവനാകട്ടെ തെറ്റ് ചെയ്യാത്തവനാ. അപ്പം അപരാധ വിമുക്തനായി ഒരുവൻ മാത്രമേ ലോകത്തിൽ ജനിച്ചിട്ടുള്ളൂ. പിന്നീടുള്ളത് അമലയായി ഉത്ഭവിച്ച പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു റോൾ ഇതിൻ്റെ അകത്തുള്ളത്. പാപം ചെയ്യാത്തവനായി ദൈവപുത്രനായി ക്രിസ്തു, അവൻ പാപം ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. പിന്നെയുള്ളത് പാപലേശമേൽക്കാതെ ഈ ഭൂമിയിൽ പിറന്ന പരിശുദ്ധ അമ്മ. ഇങ്ങനെ അതുകൊണ്ടാണ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരെല്ലാവരും മനുഷ്യരാണ്. യോസേപ്പിതാവും അല്ലെങ്കിൽ വിശുദ്ധരും, അതെത്ര വലിയ വിശുദ്ധരായാലും അവരെല്ലാം നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. അപ്പം അങ്ങനെയെങ്കിൽ എന്ന് കരുതി ആരും വിചാരിച്ചേക്കില്ല പരിശുദ്ധ അമ്മ ദൈവമാണെന്നോ ദേവിയാണെന്നൊന്നും ആരും വിചാരിച്ചേക്കരുത്. അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നു. നമുക്കറിയാം പരിശുദ്ധ അമ്മ മനുഷ്യസ്ത്രീ തന്നെയാണ്. പക്ഷേ മനുഷ്യരിൽ വെച്ച് പാപരഹിതയായി ഉത്ഭവപാപമേൽക്കാതെ ഈ ലോകത്തിൽ അവളെ ദൈവം രൂപപ്പെടുത്തി. അങ്ങനെ അവളിൽ യേശു പാപരഹിതനായ ക്രിസ്തു ദൈവം തന്നെ പിറക്കാൻ വേണ്ടി അവളെ പ്രത്യേകമായ വിധത്തിൽ അതിനെ തയ്യാറാക്കിയതാണ് പരിശുദ്ധ അമ്മയെ. അതുകൊണ്ടാണ് അവൾ അങ്ങനെ സാധിച്ചത്. അവളുടെ മെച്ചം കൊണ്ടല്ല, അവളെ കർത്താവ് അപ്രകാരം ഒരുക്കി കൊണ്ടുവന്നതാണ്. നമ്മളൊക്കെയും പാപികളാണ്. പാപം നമുക്ക് ചുറ്റിലും എപ്പോഴും ഉള്ളവരുമാണ് നമ്മളൊക്കെ. അത് മാത്രമല്ല, നമ്മളൊക്കെയും പാപത്തിലേക്ക് ചായ്വുള്ളവരുമാണ്. എത്ര വിശുദ്ധരായാലും ശരി, അവർക്കൊക്കെയും ഇനിയും പരിഹരിക്കപ്പെടേണ്ട പാപത്തിൻ്റെ ശിക്ഷയുടെ അല്ലെങ്കിൽ കാലിക ശിക്ഷയുടെ മേഖലകൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടല്ലേ വിശുദ്ധ കൊച്ചുത്രേസ്യ തന്നെ പറയുന്നത്, അനേകം വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും ധന്യന്മാരും അവരും ശുദ്ധീകരണ സ്ഥലം വഴിയായി സ്വർഗത്തിലേക്ക് പോകുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുകയാണ്. കൊച്ചുത്രേസ്യ നുണ പറയലെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വിശ്വസിച്ചത്. സത്യവുമാണ്. അതുമാത്രമല്ല, വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം
മഹാനായ വിശുദ്ധ ആൽബർട്ടിൻ്റെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മഹാനായ വിശുദ്ധ ആൽബർട്ട്, അദ്ദേഹം ജർമ്മനിയുടെ പ്രകാശം എന്നറിയപ്പെടുന്ന ആൽബർട്ട്, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നാണ് അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത് തന്നെ. അങ്ങനെ അത്രത്തോളം ജ്ഞാനവും വിവരവും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വലിയ പ്രൊഫസർ. അദ്ദേഹം മെത്രാനായിരുന്നു, വേദപാരംഗതനാണ് അദ്ദേഹം. മഹാനായ വിശുദ്ധ ആൽബർട്ട്. മഹാൻ എന്ന പദവി വിശുദ്ധ പദവിയോട് ചേർത്ത് വളരെ ചുരുക്കം പേർക്കേ കൊടുക്കാറുള്ളൂ. അതിൽ ഒരാളാണ് മഹാനായ വിശുദ്ധ ആൽബർട്ട്. ആൽബർട്ട് വലിയ വിശുദ്ധനായിരുന്നു. പക്ഷെ അദ്ദേഹം മരണത്തിന് തൊട്ട് ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു വൈദികന് മരണത്തിന് ശേഷം അദ്ദേഹം വെളിപ്പെടുത്തി കൊടുത്തതായി മരിയ വിയാനി പ്രസംഗത്തിൽ പറയുക. അപ്പോൾ ഇതൊക്കെ സത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റൂ, കാരണം ഇവരാരും നുണ പറയുന്നവരല്ല. മരിയ വിയാനി പറയുന്നത് ഇങ്ങനെയാണ്: ആൽബർട്ട് മരണത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടി വന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഒരു വൈദികന് വെളിപ്പെടുത്തി കൊടുത്തു. എന്തിനു വേണ്ടിയായിരുന്നു ഏതാനും മണിക്കൂറുകൾ അവിടെ കഴിയേണ്ടി വന്നത് എന്നതിനെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. തനിക്കുണ്ടായിരുന്ന അറിവിനെക്കുറിച്ചുള്ള സന്തോഷത്തെ നീക്കിക്കളയാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടി വന്നത് എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം, അറിവുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള സന്തോഷം പോലും മാറണോ? ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ഗൗരവമായി, വളരെ ഗൗരവമായി സ്വർഗത്തെ കാണണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അറിവുള്ളതിനെ കുറിച്ച് കുഴപ്പമില്ല. അതുപോലെ ആൽബർട്ടിന് ഈ അറിവിനെക്കുറിച്ച് അഹന്തയോ അഹങ്കാരമോ ഒന്നുമില്ല. പിടികിട്ടിയോ? ഇതൊന്നുമില്ല അദ്ദേഹത്തിന്. പക്ഷേ തനിക്ക് ഇത്ര അറിവുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സന്തോഷം ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ചിലപ്പം അറിവുള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല, പക്ഷേ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം തെറ്റാണോ എന്ന് ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം. അതും ശുദ്ധീകരിക്കപ്പെടണം. നിന്റെ സന്തോഷം പൂർണ്ണമായും ദൈവത്തിലായി മാറണം എന്നുള്ളത് തന്നെയാണ്. അതാണ് സ്വർഗത്തിനുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേടിയെടുത്ത എന്തെങ്കിലും അറിവോ, ഇപ്പം ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് കരുതിയോ ഒന്നും ഞാൻ സന്തോഷിക്കാനൊന്നുമില്ല. അതിൽ എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നു എന്നല്ലാതെ അതിൽ സന്തോഷിക്കാനൊന്നുമില്ല. അതുമാത്രമൊന്നുമല്ല, എനിക്കിപ്പം വലിയ അറിവുള്ള ആളൊന്നുമല്ല കേട്ടോ. അതുപോലെയൊന്നുമല്ല ആൽബർട്ട്. വിശുദ്ധ ആൽബർട്ട് മഹാപണ്ഡിതനായ അദ്ദേഹത്തിന് അത്ര അറിവുണ്ട്. അദ്ദേഹത്തിന് ആ അറിവുണ്ടല്ലോ എന്നുള്ള അതിനെ ഓർത്തുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു. അത് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അത് അദ്ദേഹത്തിൻ്റെ മരണം വരെ വിശുദ്ധീകരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം മരണത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾ ശുദ്ധീകരണത്തിൽ കഴിഞ്ഞ് അതും ശുദ്ധീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയത് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതായി മരിയ വിയാനി സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പം സൂചിപ്പിക്കുന്ന കാര്യം, നമ്മൾ അപരാധ വിമുക്തമായ പാപങ്ങളിൽ നിന്ന് അതിൽ നിന്ന് പൂർണ്ണമായും ശുദ്ധി നേടാനായിട്ട് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് സാധിക്കാതെ പോകുന്ന കാര്യങ്ങൾ മരണത്തിന് ശേഷം ശുദ്ധീകരണ സ്ഥലത്തിൽ വെച്ചായിരിക്കാം അത് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ, ആ സഭയിലെ വിവിധ അവയവങ്ങൾ, വിശുദ്ധരുടെ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിലാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നോർക്കുക. അപ്പം ജോൺ പോൾ പാപ്പായൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം തന്നെയാണ് ആത്യന്തികമായ ദണ്ഡവിമോചനത്തിൻ്റെ അടിത്തറ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ കുരിശുമരണം, ആ കുരിശുമരണത്തിലൂടെയാണ് ദണ്ഡവിമോചനത്തിൻ്റെ അടിത്തറ കിടക്കുന്ന അവിടെയാണ്. കാരണം അവിടുത്തെ ബലിയാണ് ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാരമായി, അല്ലെങ്കിൽ പാപങ്ങൾ മുഴുവനും നീക്കിക്കളയാൻ പര്യാപ്തമായത് ആ കുരിശിലെ ബലിയാണ്. ആ കുരിശിലെ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. അപ്പം അതുകൊണ്ട് ഈ കുരിശിലെ ബലി വഴി, ആ ബലി വഴി ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തെ സ്വീകരിക്കാൻ ഒരു വ്യക്തി എപ്പോഴാണോ അവൻ മനസ്സു തുറക്കുന്നത്, അതിനനുസരിച്ച് അവന് ദണ്ഡവിമോചനത്തിൻ്റെ കൃപയും ലഭിക്കുകയാണ്. മാർപ്പാപ്പ പറയുന്ന നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ മനുഷ്യാവതാര രഹസ്യം എന്ന് പറയുന്ന ആ ഒരു പേപ്പൽ ബൂളായിൽ 2000 ആണ്ടിൽ AD 2000 അദ്ദേഹം ഇറക്കിയതാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവകാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ ദാനമാണ് ദണ്ഡവിമോചനം എന്നാണ് ആ ബൂളായിൽ അദ്ദേഹം പറയുന്നത്.
പേപ്പൽ ബുള്ളിൽ പറയുന്നത്. അപ്പം ക്രൈസ്തവ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ മഹാകരുണയെ പകർന്നു കൊടുക്കാൻ വേണ്ടി സഭയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ പ്രകടനമാണ് ഈ ദണ്ഡവിമോചനം എന്നുള്ളത്. അതുകൊണ്ട് ദൈവമക്കളിലേക്ക് ഈ ദൈവത്തിൻ്റെ കരുണയെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സഭയുടെ വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് അത് വേദനാജനകമായൊരു കാര്യമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത് മാത്രമല്ല, അതിനെ ചില സന്ദർഭങ്ങളിൽ സഭ ദുരുപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സഭ തിരിച്ചറിയുകയും ചെയ്തു, അതിനെ തിരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ അങ്ങേയറ്റം ഇന്നും അത് ആക്രമിക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്, ഒരു മേഖല തന്നെയാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ തുടക്കക്കാരനായ മാർട്ടിൻ ലൂതറൊക്കെ ഏറ്റവും അധികം ആക്രമിച്ചത് ഈ ഒരു ദണ്ഡവിമോചനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഈ ദണ്ഡവിമോചനം ഒത്തിരിയേറെ ദുരുപയോഗിക്കപ്പെട്ടിരുന്നു സഭയിൽ തന്നെ. നമുക്കതിനെ പറ്റിയ തെറ്റ് തന്നെയാണ്. അത് തെറ്റായ വിധത്തിൽ അതിനെ ദുരുപയോഗിച്ചതാണ്. അത് പണം വാങ്ങാനും ബിസിനസ് കൊമേഴ്സ്യലൈസ് ചെയ്ത് ഈ ദണ്ഡവിമോചനത്തെ മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് അതിനെ വിമർശന വിധേയമായത്. ആ വിധത്തിൽ നോക്കുമ്പോൾ മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. അല്ലാതെ അദ്ദേഹം വേറൊന്നല്ല, അദ്ദേഹം നല്ലൊരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം അന്ന് കണ്ട ഒരു തെറ്റിനെ അത് നഖശികാന്തം എതിർത്തു. പക്ഷേ പിന്നീട് അവിടുന്ന് പുറത്തു പോകേണ്ടി വന്നു. അദ്ദേഹത്തോട് നമുക്ക് സ്നേഹമേ ഉള്ളൂ. കാരണം അദ്ദേഹം മൂലം വാസ്തവത്തിൽ വലിയൊരു തെറ്റ് തിരുത്തപ്പെട്ടു എന്നുള്ളതാണ്. അന്ന് എന്താണെന്നറിയാമോ? 1517 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ലെയോ 10 പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയാൻ വേണ്ടി, റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്ന എല്ലാവർക്കും ദണ്ഡവിമോചനം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കൊമേഴ്സ്യലൈസ് ചെയ്ത് പൈസ കിട്ടുന്നവർക്ക്, അല്ലെ പൈസ അവിടെ കൊടുക്കുന്നവർക്കെല്ലാം ഇത്. അപ്പം ഒരു പണം കിട്ടണം, പള്ളി പണിയണം, അതിനുവേണ്ടി പൈസ കൊടുക്കുന്നവർക്ക് ദണ്ഡവിമോചനം അവർ കൊടുക്കുന്നു. അപ്പം പൈസ അതിനുവേണ്ടി കൊടുത്താൽ ഉടനെ ദണ്ഡവിമോചനം കിട്ടുന്നു. സാൽവേഷൻ എന്ന് പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത് ഒരു പണത്തിൻ്റെ പേരിൽ, കൊടുക്കുന്ന പണത്തിൻ്റെ പേരിലല്ല ആ രക്ഷ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യത്തിന് വന്ന മങ്ങലേറ്റതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതേസമയം നമ്മൾ ഓർക്കുക, ദാനധർമ്മം ചെയ്യുന്നത് അത് പണമാണ്. പണം കൊടുക്കുന്നതെങ്കിലും ആ പണം കൊടുക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയല്ല, അതിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ള കാര്യം. അതാ എന്നറിയാമോ? കാരുണ്യപ്രവർത്തികൾ, സൽപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? നമുക്കുള്ളിൽ സ്നേഹമുണ്ടാകണം. നമുക്കുള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം, സഹോദര സ്നേഹമായി നമുക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. അങ്ങനെ ഒരു പരസ്നേഹത്തിൻ്റെയും ഉപവിയുടെയും ഒരു ചൈതന്യം നമുക്കുള്ളിൽ രൂപപ്പെടുന്നതിലൂടെയാണ് ദണ്ഡവിമോചനം ആകുന്നത്. ഇപ്പോൾ ഇന്നും സഭയുടെ ഏറ്റവും പുതുക്കിയ എൻഗ്രിഡിയോൺ എന്ന് പറയുന്ന ആ പുസ്തകമാണ് ഈ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ എൻഗ്രിഡിയോണിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ പോലും പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യത്തിന് ഭാഗിക ദണ്ഡവിമോചനമുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അതിനും ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് നേടിയെടുക്കാം. പക്ഷെ അതെന്താ? അതിലൂടെ സഭ മുന്നോട്ട് വയ്ക്കുന്നത് അതിലൂടെ നമുക്കുള്ളിൽ സ്നേഹം വളരണം എന്നുള്ളതാണ്. പാപം നശിപ്പിച്ചു കളഞ്ഞ സ്നേഹത്തിൻ്റെ വികൃതമായ മുഖത്തെ വീണ്ടും അതേ രൂപത്തിലേക്ക്, ആ ദൈവം സൃഷ്ടിച്ച ആ സ്നേഹസമ്പന്നമായ ആ മുഖം, ആ രൂപം നമുക്കുള്ളിൽ വീണ്ടെടുക്കാൻ ഇപ്രകാരമുള്ള പ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ, സൽപ്രവർത്തികൾ ഇത് സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ പണത്തിലല്ല ഈ പുണ്യമിരിക്കുന്നത്. അതുകൊണ്ട് പണം എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ എത്ര കൊടുത്തു എന്നതിനെ ആസ്പദമാക്കിയില്ല. അതല്ലേ ഈശോ ലൂക്കായുടെ സുവിശേഷത്തിലും വിധവയായവളുടെ കാണിക്കയെക്കുറിച്ച് ഒത്തിരിയേറെ പ്രശംസിച്ചത്. പണത്തിൻ്റെ ധാരാളിത്തം കൊടുക്കുന്നു. കൂടുതൽ പണം കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല രക്ഷ. ഈ കൊറോണ കാലത്ത് ഒരച്ഛൻ്റെ പ്രസംഗം എനിക്ക് കുറേ പേര് അയച്ചു തന്നു. എനിക്കും അറിയാവുന്നൊരു നല്ല അച്ഛനാണ് കേട്ടോ. പക്ഷെ അദ്ദേഹം എന്തോ അബദ്ധത്തിൽ അങ്ങ് പറഞ്ഞു പോയി. ഒരു വീഡിയോ അങ്ങ് ഇട്ടു. അത് എനിക്ക് അസ്വസ്ഥതയുണ്ടായി. എനിക്കും കേട്ടപ്പോൾ അസ്വസ്ഥതയായി. അത് അദ്ദേഹം പറഞ്ഞത്, ഈ കൊറോണ കാലത്താന്ന് ഓർക്കണം, ഈ വലിയ കൺസ്ട്രക്ഷനും വലിയ കെട്ടിടം പണിക്കൊന്നും പോകേണ്ട കാര്യമില്ല, മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുന്ന കാലഘട്ടമാണ്.
അതിനിടയ്ക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം എന്തോ പണിയാൻ വേണ്ടി അതിനുവേണ്ടി അദ്ദേഹം വലിയൊരു പ്രസംഗം നടത്തുക, പള്ളിപ്രസംഗം. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? എല്ലാവരും പൈസ തരണം, ഇടവകയിൽ ഇത്രയും പേരുണ്ട്, അതിൽ ഇത്രയും പേരെ തന്നിട്ടുള്ളൂ, ഇനിയും കുറേ പേരുടെ പൈസ തരാനുണ്ട്, അവരെത്രയും പെട്ടെന്ന് പൈസ തരിക. അങ്ങനെ പൈസ തരുന്നവർ ഇനി ഇങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ തരുന്ന, ഇത്ര രൂപ തരുന്നവർ അവർക്ക് അവരുടെ പേരുകൾ എവിടെയാ സെമിത്തേരിയിൽ എഴുതി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, വെറുതെ പണം കിട്ടാൻ വേണ്ടി വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാം. പണം ചോദിച്ചോളുക, പണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ചോദിച്ച് തരാൻ പറ്റുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പണിയുക, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ, വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ അതിൻ്റെ മറവിൽ പണവും ഇതൊക്കെ കൊമേഴ്സ്യലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ രക്ഷയെയും ആത്മാക്കളുടെ രക്ഷയും മരിച്ചവരുടെ ആത്മാക്കളെയൊന്നും ഇപ്രകാരമുള്ള കൊമേഴ്സ്യലൈസേഷൻ്റെ ഭാഗമാക്കി മാറ്റി വീണ്ടും ഇനി നശിപ്പിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. സഭയുടെ മുഖത്തെ ഇനി അതിനെ വീണ്ടും അതിനെ എന്താണ് ഡിസ്ഫിഗർ ചെയ്യാനായിട്ട് ഇനി പരിശ്രമിക്കരുത്. കാരണം മുൻപ് ഇപ്രകാരമൊക്കെ ചെയ്തതിൻ്റെ ദോഷങ്ങളൊക്കെ പതുക്കെ മാറി വരുന്നേ ഉള്ളൂ. മധ്യശതകങ്ങളിൽ ഈ ചെയ്തുപോയ മിസ്യൂസിൻ്റെയൊക്കെ ഫലങ്ങൾ അത് വലിയ ദുരന്തങ്ങളും ഭിന്നതകളുമൊക്കെ സഭയിലുണ്ടാക്കി പ്രൊട്ടസ്റ്റന്റ് വിഭാഗം തന്നെ ഉണ്ടാകാനൊക്കെ ഇടയാക്കിയ പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഇന്നൊക്കെ ഒരുപക്ഷെ പലതുമൊക്കെ കുറഞ്ഞു വരികയും ഇന്നും കൂടുതലായിട്ട് ആളുകളൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള ആത്മീയ ഭണ്ഡാരങ്ങളിൽ നിന്നൊക്കെ ദണ്ഡവിമോചനങ്ങളൊക്കെ സ്വീകരിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അത് ദയവ് ചെയ്ത് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തിയൊക്കെ ചിലപ്പം ഈ പൈസ വാങ്ങിച്ച് പള്ളി പണിയാൻ വേണ്ടി പുണ്യമെന്നാണ് പറയണത്. അതൊക്കെ തെറ്റ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ അടുത്ത കാലത്തൊരു ഏതോ കോടികളുടെ ഒരു പള്ളി പണിയാൻ വേണ്ടി ഒരു പാവപ്പെട്ട ഒരു കുടുംബക്കാരുടെ അടുത്ത് ഒരച്ഛൻ, വികാരി അച്ഛൻ ചെന്നു. ആ വീട്ടുകാർ കുറേ മാസങ്ങൾക്ക് മുമ്പ്, ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് അവരെന്നെ സമീപിച്ചിരുന്നു. അവരുടെ വീട് പൊട്ടി ഒലിക്കുന്നതാണ്. ഈ പഴയ എന്തോ ഓലയും കുറച്ച് ഓടും ഒക്കെ ആയിട്ടുള്ള ആ വീട്ടിൽ 90 വയസ്സോളമുള്ള അപ്പാപ്പനുണ്ട്. ആ അപ്പാപ്പൻ കണ്ണ് കാണിയല്ല. ഈ മുപ്പിളി വണ്ട് എല്ലാം ഈ വീടിന് മുകളിലുണ്ട്. അദ്ദേഹം കഞ്ഞി കുടിക്കുന്ന സമയത്തൊക്കെ വണ്ട് ഈ കഞ്ഞിയിലൊക്കെ വീഴും, അത് വാരി കഴിക്കും. ഈ ഒരാൾ എന്നെ സമീപിച്ചു. ഇതാണ് അവസ്ഥ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ആ മേൽക്കൂരയൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. ഞാൻ തൊടുപുഴയുള്ള സമയത്താണ്, തൊടുപുഴയിൽ ദൂരെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ തൊടുപുഴക്കാരോട് ആരോടും ഞാൻ പറഞ്ഞില്ല ഈ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനായിട്ട്. ഞാൻ അവിടെ വേറൊരച്ഛനെ ഒന്ന് പോയി അന്വേഷിക്കണം, സത്യസന്ധമാണോ ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ അച്ഛൻ പോയി അന്വേഷിച്ചപ്പോൾ വളരെ സത്യസന്ധമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പരിചയത്തിലുള്ള കേരളത്തിന് പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം വെറുതെ ഒന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇതിന് 1,30,000 രൂപ ചിലവാകും. ഉടനെ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇതാ ഇപ്പം തന്നെ പൈസ ഇട്ടാക്കാം. ആ 1-2 ആഴ്ച കൊണ്ട് അവരുടെ മേൽക്കൂര മുഴുവൻ പൊളിച്ച് അവിടെ പുതിയൊരു നല്ല ഷീറ്റിട്ട് നല്ലൊരു മേൽക്കൂര പണിത് കൊടുത്തു. അതോടെ അവിടെ ക്ലീൻ ആയതോടുകൂടി ഈ മുപ്പിളി വണ്ടൊക്കെ പോയി. മേൽക്കൂരയൊക്കെ പണിത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്ഥലം വികാരിയച്ഛൻ അവിടെ എത്തുകയാണ്. എത്തിയിട്ട് പിള്ളേർ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അത് 40 കോടി 50 കോടിയുടെ പള്ളിയാണ്, ആ പള്ളിക്ക് വേണ്ടി പിരിവ പറഞ്ഞു, നിങ്ങൾ തന്നിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരിലുള്ള 15,000 രൂപ തരണമെന്ന് പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. അവരെന്നെ വിളിച്ചു, എന്നുവെച്ചാൽ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഫോൺ നമ്പർ ഇങ്ങനെ തരാൻ പറഞ്ഞു. ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അവർ ഭക്ഷണം കഴിക്കാത്ത കുറേ കാലങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന കാലത്ത് അച്ഛൻ അവർക്ക് ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അവരുടെ കഞ്ഞിയിൽ മുപ്പിളിവണ്ട് വീണ് ആ പൊട്ടിയൊലിക്കുന്ന മേൽക്കൂര ഉണ്ടായിരുന്നപ്പോൾ സുഖമായിട്ടാണോ ജീവിക്കുന്നതെന്ന് പോലും ഒന്ന് അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? പക്ഷെ എൻ്റെ അച്ഛൻ അവർക്ക് ഞാനായിട്ട് ഒരു കണ്ടുപിടിച്ച് അവർക്ക് ആ മേൽക്കൂര ഇട്ട് കൊടുത്തേ ഉള്ളൂ. അവർക്ക് പൈസ ഉണ്ടായിട്ട് അവർ ചെയ്തതല്ലത്. അവർ പറഞ്ഞത് അച്ഛനോട്
പക്ഷെ ഇത്രയൊക്കെ ചെയ്തല്ലേ, ഇനി ഇങ്ങോട്ട് പോരട്ടെ. അങ്ങനെയൊന്നും വാങ്ങിച്ച് നമ്മൾ പള്ളി പണിതിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, 1517 ലയോ 10 പാപ്പായുടെ ആ പള്ളിപണി ഈ സഭയിൽ കുറേ ഏറെ ചരിത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മുടെ സഭ ഇതൊക്കെ പരിശോധിച്ച് നോക്കണം. ഇതൊക്കെ ഉതപ്പുകൾക്ക് കാരണമാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളുടെ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നേടിയ ആ ഒരു യോഗ്യത, കുരിശുമരണത്തിലൂടെ നേടിയെടുത്ത യോഗ്യത, പരിശുദ്ധ അമ്മയും വിശുദ്ധരും അവരുടെ സഹനങ്ങളിലൂടെയും മറ്റും അവരൊക്കെ നേടിയെടുത്ത യോഗ്യത, അതുപോലെ അവരുടെ യോഗ്യതകൾ, പ്രാർത്ഥനകൾ, സൽപ്രവർത്തികൾ, ഇവയൊക്കെ ഈ ഭണ്ഡാരത്തിൽ, ആത്മീയ ഭണ്ഡാരത്തിൽ, ട്രഷറി ഓഫ് ദ ചർച്ച്, അതിൽ ഉൾപ്പെടുന്നു. സഭയുടെ, കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം പഠിപ്പിക്കുന്നറിയാവോ, 1476 പറയുന്നുണ്ട്, ഈ സഭയുടെ ഭണ്ഡാരം, ട്രഷറി ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത് സഭയുടെ ഭൗതികമായ സംഭരിച്ചു വച്ചിട്ടുള്ള ഭൗതിക സമ്പത്തിൻ്റെ ആകത്തുകയല്ല. ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. സഭയുടെ ഭണ്ഡാരം എന്ന് പറയുന്നത് അത് ട്രഷറി, നമുക്കറിയാമല്ലോ, ട്രഷറിയിലാണ് ഗവൺമെൻറ്റിൻ്റെ പൈസയൊക്കെ വന്ന് ചേരുന്നത്. അവിടുന്നാണ് പെൻഷൻ വാങ്ങുന്നതും ഗവൺമെൻറ്റിൻ്റെ പൈസയൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് അവിടുന്നാണ്. അപ്പോൾ അതുപോലെ പൈസ കുടികൊള്ളുന്ന ഒന്നിനെയാണ് സഭയുടെ ഭണ്ഡാരം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ആരും വിചാരിക്കരുതെന്ന് കാറ്റക്കിസം തന്നെ പറയുകയാണ്. ബെനഡിക്റ്റ് പാപ്പായും പോൾ 6 പാപ്പായും ഇൻ്റലിജൻസിയാറും ഡോക്ട്രിനയിലും അത് പറയുന്നുണ്ട്. അതല്ല ഈ സഭയുടെ നിക്ഷേപം അല്ലെങ്കിൽ സഭയുടെ ഭണ്ഡാരം എന്ന് പറയുന്നത്. പിന്നെയോ മറിച്ച് ക്രിസ്തുവിൻ്റെ യോഗ്യതകൾക്ക് ദൈവത്തിൻ്റെ മുമ്പിലുള്ള അക്ഷയവും അനന്തവുമായ മൂല്യമാണത്. അപ്പോൾ രക്ഷകനായ ക്രിസ്തുവിൽ തന്നെ അവിടുത്തെ വീണ്ടെടുപ്പ് കർമ്മത്തിൻ്റെ പരിഹാര പ്രവൃത്തികളും യോഗ്യതകളും നിലനിൽക്കുകയും ഫലമണിയുകയും ചെയ്യുന്നു. ഈ നിക്ഷേപം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും കൂടി ഉൾപ്പെടുന്നു. അപ്പം ഇതാണ് സഭയുടെ ഭണ്ഡാരം. ഈ ഭണ്ഡാരത്തിൽ നിന്നാണ് ദണ്ഡവിമോചനങ്ങളുടെ കൃപകൾ വാരിക്കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ അല്പം നമ്മൾ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കണമെന്ന് വേണ്ടി ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ആരെങ്കിലും അത് അറിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ദണ്ഡവിമോചനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രവൃത്തിയിൽ മാത്രമായിട്ട് കുടികൊള്ളുന്ന ഒന്നല്ല. അത് ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും യോഗ്യതകളും സൽക്കർമ്മങ്ങളും കാരുണ്യപ്രവൃത്തികളും അതെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഭണ്ഡാരത്തിൽ നിന്ന് സഭയുടെ നടത്തിപ്പുകാരൻ, ഭൂമിയിലെ സഭയുടെ വികാരിയായ മാർപ്പാപ്പ നൽകുന്ന ആ ഒരു പ്രിവിലേജിലൂടെ സഭയ്ക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഇതിന് മാർപ്പാപ്പയുമായിട്ട് വളരെ ക്ലോസ് ബന്ധമുണ്ട്. ദണ്ഡവിമോചനം മാർപ്പാപ്പയാണ് പ്രഖ്യാപിക്കുന്നത്. ചില കാലാകാലങ്ങളിൽ അത് പുതുക്കിയാണ് വിടുന്നത്. ഇപ്പം പലർക്കും ഈ മാർപ്പാപ്പന്മാർ ചിലപ്പോൾ ഓരോ വർഷങ്ങളിൽ ചില പ്രത്യേക ദണ്ഡവിമോചനങ്ങൾ നൽകാറുണ്ട്. അതിനെക്കുറിച്ച് മാത്രമേ ദണ്ഡവിമോചനം, അത് മാത്രമല്ല എല്ലാ കാലത്തുമുള്ള ദണ്ഡവിമോചനം നേടാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സഭയിൽ കാലാകാലങ്ങളിൽ അത് പുതുക്കി നമുക്ക് നൽകാറുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് തന്നെ ഇനി അല്പം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദണ്ഡവിമോചനങ്ങൾ പല വിധത്തിലുണ്ട്. ഒന്നാമത്തത്, അത് ആഗോളം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആൻഡ് ലോക്കൽ ഇൻ്റലിജൻസ് എന്നതിനെ വിളിക്കും. ആഗോള ദണ്ഡവിമോചനങ്ങളും പ്രാദേശിക ദണ്ഡവിമോചനങ്ങളും, അത് പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് ആഗോളം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് വേണമെങ്കിലും നമുക്ക് നേടാവുന്ന ദണ്ഡവിമോചനങ്ങളാണ്. കേരളത്തിലിരുന്നും ഗൾഫിലിരുന്നും അമേരിക്കയിലിരുന്നും വത്തിക്കാനിലിരുന്നും ആർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും നേടിയെടുക്കാം. ഉദാഹരണത്തിന് മാതാവിൻ്റെ ജപമാല ചൊല്ലി ആർക്ക് വേണമെങ്കിലും പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെതായ ചില വ്യവസ്ഥകൾ കൂടത്തിൽ അഡീഷണൽ ആയിട്ടുണ്ട്. അതറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആഗോള ദണ്ഡവിമോചനമുണ്ട്. ഇനി പ്രാദേശിക ദണ്ഡവിമോചനം അല്ലെങ്കിൽ ലോക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം റോം സന്ദർശിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജെറൂസലേം സന്ദർശിക്കുന്ന വ്യക്തികൾക്ക് ദണ്ഡവിമോചനമുണ്ട്. അതിന് പറ്റിയ വിധത്തിലുള്ള അതിനുവേണ്ടി ഒരുങ്ങിപ്പോകുന്നവർക്ക് അല്ലെങ്കിൽ ആ ദണ്ഡവിമോചനം സ്വീകരിക്കണമെന്ന നിയോഗത്തോടെ അങ്ങനെ പോകുന്നവർക്ക് ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പ്രാദേശികമാണ്. അപ്പോൾ ആഗോള ദണ്ഡവിമോചനമുണ്ട്,
പ്രാദേശിക ദണ്ഡവിമോചനങ്ങളുണ്ട്. മറ്റൊന്നാണ് നിത്യദണ്ഡ വിമോചനങ്ങളും താൽക്കാലിക ദണ്ഡവിമോചനങ്ങളും ഉണ്ട്. പെർപെക്ച്വൽ ഇൻഡൽജൻസ് ആൻഡ് ടെമ്പററി ഇൻഡൽജൻസ് എന്നതിനെ വിളിക്കുന്നു. നിത്യദണ്ഡവിമോചനം എന്ന് പറയുന്നത് എല്ലാ സമയത്തും നേടിയെടുക്കാവുന്ന ദണ്ഡവിമോചനങ്ങളാണ്. എല്ലാ സമയത്തും അത് നമുക്ക് എടുക്കാം. പെർപെച്വൽ, ഈ പറഞ്ഞ മാതാവിൻ്റെയോ എല്ലാ സമയത്തും നേടിയെടുക്കാം. അത് ഈ വർഷം മാത്രമല്ല, എപ്പോഴും നമുക്ക് നേടിയെടുക്കാം. എന്നാൽ ചില നേരങ്ങളിൽ മാത്രമോ ചില കാലഘട്ടങ്ങളിൽ മാത്രമോ നേടിയെടുക്കാവുന്ന ദണ്ഡവിമോചനങ്ങളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ടെമ്പററി ഇൻ്റലിജൻസ് എന്നാണ്. ഉദാഹരണത്തിന് ഇപ്പം നവംബർ മാസത്തിൽ, ഈ നവംബർ മാസം മുഴുവനും സിമിത്തേരികൾ സന്ദർശിക്കുന്നതിലൂടെ പൂർണ്ണ ദണ്ഡവിമോചനം നവംബർ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ടെമ്പററി ഇൻ്റലിജൻസ് ആണ്. പ്രാദേശിക അല്ലെങ്കിൽ താൽക്കാലിക ദണ്ഡവിമോചനമാണ്. അത് അതിൻ്റെ നേച്ചർ അനുസരിച്ച് ഈ ദണ്ഡവിമോചനങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡവിമോചനങ്ങൾ 2 വിധത്തിലാണ്. ഒന്ന് പൂർണ്ണ ദണ്ഡവിമോചനവും 2 ഭാഗിക ദണ്ഡവിമോചനങ്ങളും. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമോചനം എന്ന കൂദാശ വഴി ക്ഷമ സ്വീകരിച്ച പാപങ്ങളുടെ കാലിക ശിക്ഷ യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും യോഗ്യതകളാൽ പൂർണ്ണമായും ഇളച്ചു കിട്ടുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് പൂർണ്ണ ദണ്ഡവിമോചനം. പൂർണ്ണമല്ലാതെ പോയാൽ ഭാഗികം ആകുന്നു. ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ കാലിക ശിക്ഷ അത് ഏതാനും ദിവസങ്ങളോ വർഷങ്ങളോ ആകാം അതിലൂടെ കുറഞ്ഞു കിട്ടുന്നത്. ലഘൂകരിക്കുകയാണ്, ശിക്ഷ ലഘൂകരിച്ച് കിട്ടുന്നു, ശിക്ഷയുടെ കാലാവധി കുറച്ച് കിട്ടുന്നു. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം നേടുന്നതിനുള്ള വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി അത് ചിലപ്പോൾ ഭാഗിക ദണ്ഡവിമോചനമായി മാറും. അപ്പോൾ ഈ ദണ്ഡവിമോചനവുമായി ബന്ധപ്പെട്ടുള്ള ദണ്ഡവിമോചനം കിട്ടാനായിട്ടുള്ള പ്രധാനപ്പെട്ട, അപ്പം ഇത് ദണ്ഡവിമോചനം പൂർണ്ണ ദണ്ഡവിമോചനമൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമോ അത്ര ഈസിയാണെന്ന് ആരും വിചാരിച്ചേക്കരുത്. കാരണം ഇതിൽ പരമപ്രധാനമായ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാതെ പോയേക്കാം. കാരണം ഇപ്പം അതിൻ്റെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് 4-5 വ്യവസ്ഥകളേ ഉള്ളൂ. ഒന്ന്, ഇത് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണം എന്നുള്ള നിയോഗത്തോടെ ചെയ്യണം. ജൗമാല ചൊല്ലിയത് കൊണ്ട് മാത്രം ആർക്കും ദണ്ഡവിമോചനം കിട്ടിയല്ല, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടിയല്ല. അത് ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ദണ്ഡവിമോചനം വേണമെന്നുള്ള നിയോഗത്തോടെ വേണം ചെല്ലാനായിട്ട്. 2, കൗദാശികമായി കുമ്പസാരിച്ചിരിക്കണം. 3, കുർബാന സ്വീകരണം ഉണ്ടായിരിക്കണം. ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിന് കുർബാന സ്വീകരണം ഉണ്ടാകണം. 4, മാർപ്പാപ്പായുടെ നിയോഗത്വം പ്രാർത്ഥിച്ചിരിക്കണം. 5, ദണ്ഡവിമോചനത്തിനുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ പ്രവൃത്തി, പ്രെയർ ഓർ ഡീറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാകാം, അത് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ 5 വ്യവസ്ഥകളാണ്. 5 വ്യവസ്ഥകൾ. അതിൽ പ്രധാനമായിട്ടുള്ള 3 വ്യവസ്ഥ എന്ന് പറയുന്നത് കൗദാശികമായ കുമ്പസാരം, കുർബാന, മാർപ്പാപ്പായുടെ നിയോഗത്തിലുള്ള പ്രാർത്ഥന. ഈ 3 കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ ദണ്ഡവിമോചനങ്ങൾക്കും, അതായത് പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാൻ ഈ 3 കാര്യങ്ങളും നിർബന്ധമാണ്. കുമ്പസാരിച്ചിരിക്കണം, പക്ഷെ ഒരു കുമ്പസാരം കൊണ്ട് പല പൂർണ്ണ ദണ്ഡവും നേടിയെടുക്കാൻ പറ്റും. ഒരു ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനം മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അത് നമുക്ക് വേണ്ടിയാകാം, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാത്മാവിന് വേണ്ടിയാകാം. ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ദണ്ഡവിമോചനം നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റിയല്ല. ജീവിച്ചിരിക്കുന്ന അവർ തങ്ങൾക്ക് വേണ്ടി തന്നെയോ അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയോ ആണ് പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും ഭാഗിക ദണ്ഡവിമോചനം നേടിയെടുക്കാവുന്നത്. അത് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ ദണ്ഡവിമോചനങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ഓരോ വ്യക്തി തനിക്ക് വേണ്ടി തന്നെ എല്ലാ ദിവസവും പൂർണ്ണ ദണ്ഡവിമോചനങ്ങളോ ഭാഗിക ദണ്ഡവിമോചനങ്ങൾ എല്ലാ ദിവസവും നേടിയെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ മരണാസന്നനായ ഒരു വ്യക്തിയാണെങ്കിൽ നല്ലതാണ്, പലതവണ അല്ലെങ്കിൽ പല ദിവസങ്ങളിൽ അത് നേടിയെടുക്കുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രക്ഷ ഉറപ്പാക്കാൻ വേണ്ടി. പക്ഷെ അല്ലാത്തവർ വല്ലപ്പോഴുമൊക്കെ നമ്മൾക്ക് വല്ലപ്പോഴുമൊക്കെ പൂർണ്ണ തങ്ങൾക്ക് വേണ്ടി തന്നെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. പക്ഷേ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെങ്കിലേ ഇത് പറ്റുകയുള്ളൂ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഓർക്കുക.
പിന്നെ കാര്യം വളരെ ഈസിയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, പാപമോചനം നേടിയ അവസ്ഥയിലാകണം. ഇനി ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, പലപ്പോഴും മാർപ്പാപ്പമാർ അതിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ഈ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. അതിതാണ് പ്രോപ്പർ ഡിസ്പൊസിഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കാണ്. നമ്മുടെ നമ്പർ 10 ഇൻ്റലിജൻസിയാറും ഡോക്ട്രിന എന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ 10ാമത്തെ പാരഗ്രാഫിൽ പോൾ ആറാമൻ പാപ്പ പറയുന്ന കാര്യം ഇതാണ്. ഇങ്ങനെയാണ് പറയുന്നത്: ദണ്ഡവിമോചനം സ്വീകരിക്കാൻ വേണ്ടി അത് സൗജന്യമാണെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ചില വ്യവസ്ഥകളോടെയാണ്. അത് ലഭിക്കുവാൻ ഒരു വശത്ത് നിർദ്ദേശിക്കപ്പെട്ട പ്രവൃത്തികൾ ചെയ്യണം, മറുവശത്ത് വിശ്വാസികൾക്ക് ആവശ്യമായ നിലപാടും മനോഭാവവും വേണം. എന്താണ് ഈ ആവശ്യമായ നിലപാടും മനോഭാവം എന്ന് പാപ്പ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നു, അതായത് അവർ ദൈവത്തെ സ്നേഹിക്കണം, പാപത്തെ ഉപേക്ഷിക്കണം, ക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ ആശ്രയിക്കണം, വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ലഭിക്കുന്ന വലിയ സഹായത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണം. ഈ 4-5 കാര്യങ്ങൾ അതിലുണ്ട്. അതിപ്പം ഫ്രാൻസിസ് പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡമോചനം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴും ഈ പ്രോപ്പർ ഡിസ്പോസിഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന വാക്ക് പറഞ്ഞു. പക്ഷേ ഇത് ഇത്രയും വിശദീകരിക്കുകയല്ല, കാരണം ഇതൊക്കെ ഓൾറെഡി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതായതുകൊണ്ടാണ്. പക്ഷെ നമ്മളാരും അത് പലപ്പോഴും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഫലങ്ങൾ പലപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയല്ല. കാരണം ഈ ഒരു കുമ്പസാരം നടത്തിയെന്നുകൊണ്ടും കുർബാനയിൽ പങ്കെടുത്തു, മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, ദണ്ഡവിമോചനത്തിലുള്ള കാര്യം ചെയ്തു എന്ന് കരുതി പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് കിട്ടണമെന്നില്ല. ഇത്രയും കാര്യങ്ങൾ വേണം. ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, പാപത്തെ ഉപേക്ഷിക്കണം, പൂർണ്ണമായി ഉപേക്ഷിക്കണം. ഇത് പലപ്പോഴും പലരും എന്നറിയോ, ഒരു താൽക്കാലികമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കുമ്പസാരത്തിലും ഈ ദണ്ഡവിമോചനത്തിലൊക്കെ. ദണ്ഡവിമോചനം കിട്ടണം, അപ്പോൾ അതിനുവേണ്ടി എന്നാ ചെയ്തു, ഓക്കെ പാപത്തെ ഇന്നത്തേക്ക് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക്. അത് ഉപേക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ട് അത് കുറച്ചു കാലം കഴിയുമ്പോൾ തുടരാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെയുള്ളവർക്കൊന്നും അത് പൂർണ്ണ ദണ്ഡവിമോചനം ആകുന്നില്ല. അതാണ് വാസ്തവം. അതായത് പാപത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു മനസ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എന്നേക്കുമായിട്ട് ഇനി മരിച്ചാലും ശരി ഞാൻ പാപം ചെയ്യില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയും അതിൻ്റെ ഉറപ്പും ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ പറ്റൂ. അല്ലാത്തവർക്കൊക്കെ ഭാഗികമായിരിക്കും അതെല്ലാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. കാരണം ഈ പാപത്തെ ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തിക്ക് അത് മാരകപാപമല്ല, ലഘുപാപത്തെയും ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം മാരകപാപം ഉപേക്ഷിച്ച് പാപമോചനം നേടിയിരിക്കണം. ഇനി ലഘുപാപത്തെയും ഉപേക്ഷിച്ചിരിക്കണം. പാപത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച ഒരു മനോനില ഉണ്ടാകണം. ആറ്റിറ്റ്യൂഡ് ആൻഡ് എന്താണ് പ്രോപ്പർ ഡിസ്പോസിഷൻ എന്ന് പറയുന്നതാണ്. ഈ പ്രോപ്പർ ഡിസ്പോസിഷൻ, ആ ഒരു പ്രത്യേകമായ നിലപാട്, ആവശ്യമായ നിലപാടും മനോഭാവവും നമ്മൾ നേടിയെടുത്തവരാണെങ്കിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം, നമ്മുടെ കാലിക ശിക്ഷയിൽ നിന്ന് ഈ ദണ്ഡവിമോചനത്തിലൂടെ നമുക്ക് പൂർണ്ണമായി മോചനം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ ഇത് വെറുതെ മനുഷ്യനെയും ദൈവത്തെയും കളിപ്പിക്കുന്ന പരിപാടിയായി പോവുള്ളൂ. പാപത്തെ ഉപേക്ഷിക്കുന്നൊന്നുമില്ല. പാപത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാത്തൊരു വ്യക്തി അഡ്ജസ്റ്റ്മെൻറ്റിൽ പൂർണ്ണദണ്ഡവിമോചനം നേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നേടിക്കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് പൂർണ്ണ ദണ്ഡവിമോചനം ആകുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ആ പാപത്തോടുള്ള ബന്ധവും പാപത്തെ ഉപേക്ഷിക്കാത്ത ഒരു മനസ്സാണെങ്കിൽ അത് സാധിക്കില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന സുന്ദരമായൊരു കാര്യം. അദ്ദേഹം അത് 1999 സെപ്റ്റംബർ മാസം 28-ാം തീയതി ബുധനാഴ്ചയിലെ പൊതുകൂടിക്കാഴ്ചയിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയാണ് പറയുന്നത്: പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇതാണ്: വെറും ഉപരിപ്ലവമായ പുറമെയുള്ള ചില പ്രവൃത്തികൾ കൊണ്ട് മാത്രം അത് എടുക്കാമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് പാപ്പ പറയുകയാണ്. എന്നിട്ട് പാപ്പ പറയുകയാണ്, കാരണം ദണ്ഡവിമോചനം എന്നത് മാനസാന്തരത്തിന് പകരം നിൽക്കുന്ന ഒന്നല്ല, മാനസാന്തരപ്പെട്ടവർക്കുള്ള പ്രോത്സാഹനമാണ്, തുണയാണ്, മാനസാന്തരത്തിൻ്റെ പ്രകടനമാണ്.
ഇറ്റ് ഈസ് എൻ എൻകറേജ്മെൻ്റ് ആണ്. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞവർക്ക് അവർക്ക് ആ കാലിക ശിക്ഷകൾ ഇളച്ചു കൊടുത്തുകൊണ്ട് അപൂർണമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവരെ നയിക്കാനും അവർക്കത് എൻകറേജ്മെൻ്റാണ്, അവർക്കൊരു സഹായമാണ്, അത് പൂർണ്ണമായ മാനസാന്തരത്തിൻ്റെ ഒരു പ്രകടനവുമാണ്. അപ്പം ഇത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ദണ്ഡവിമോചനം സ്വീകരിച്ചു കഴിയുമ്പോഴേക്ക് അവർക്ക് കൂടുതൽ കൂടുതൽ വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്, കൂടുതൽ വിശുദ്ധിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രോത്സാഹനമായി. അമ്മ തെരേസയുടെ കർമ്മലീത്ത മഠത്തിൽ ഒരു സാധാരണ ഒരു സിസ്റ്റർ അവൾ മരിച്ചു. നമുക്കറിയാലോ, അമ്മ തെരേസയ്ക്ക് എല്ലാ വരദാനങ്ങളും ഉണ്ടായിരുന്ന ആളാണ്. ദർശനപരവും, അതായത് ജ്ഞാനത്തിൻ്റെ വരവും, അറിവിൻ്റെ വരവും, പ്രവചനപരവും, എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ സകല വരദാനങ്ങളും ഉണ്ടായിരുന്ന ആളാണ് അമ്മ തെരേസ. അമ്മ തെരേസയ്ക്ക് ഇവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ തെരേസയ്ക്ക് മനസ്സിലായി, ഇവൾ മരിച്ച അപ്പം തന്നെ നേരെ സ്വർഗത്തിലേക്കാണ് ഈ സാധാരണ ഒരു കന്യാസ്ത്രീ പോയത്. അത് അമ്മ തെരേസയ്ക്ക് ഇതിന് അതിശയമായി. അമ്മ തെരേസ അപ്പോൾ പ്രാർത്ഥനയിൽ ഈശോയോട് ചോദിച്ചു, ഈശോ ഇതെന്ത് കളിയാണ്? ഒരു സാധാരണ കന്യാസ്ത്രീയായിട്ട് ജീവിച്ചവള് അവള് നേരെ മരിച്ച ഉടനെ നേരെ സ്വർഗത്തിലേക്കാണല്ലോ പോയത്, ഇതിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യം, ആ സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് വേണ്ടി തന്നെ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതാരും അറിഞ്ഞിരുന്നില്ല. അവൾ തന്നെ അവൾക്ക് വേണ്ടി തന്നെ പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും ഭാഗ്യദണ്ഡ അവൾക്ക് വേണ്ടി തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ നേടിയിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾക്ക് വിശുദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ, വിശുദ്ധിയിൽ വളരാനായിട്ട് നമ്മെ സഹായിക്കുന്ന പാപ്പ പറഞ്ഞ വാക്കുകൾ അത് അക്ഷരം പ്രതി ശരിയുമാണ്. അപ്പം നമുക്ക് ആ പൂർണ്ണതയിലേക്ക് ജീവിക്കാൻ, പൂർണ്ണതയിലേക്ക് നടന്നെടുക്കാനായിട്ട് ഈ ദണ്ഡവിമോചനങ്ങൾ നമ്മളെ സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ മാത്രമാണ് അത് ആകുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലിക ശിക്ഷകൾ നീക്കിക്കളയുന്ന ദണ്ഡവിമോചനങ്ങൾ, പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാനുള്ള വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണോ എന്നുള്ളത്. അപ്പം ഈ ദണ്ഡവിമോചനങ്ങൾ അത് ഇപ്പം മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കണമെന്നുള്ളത് ചിലരൊക്കെ സംശയം ചോദിച്ചിട്ടുള്ള കാര്യവുമാണ്. ദണ്ഡവിമോചനം എന്ന് പറയുന്നത്, മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം എന്ന് പറയുന്നത്, ഓരോ മാസവും മാർപ്പാപ്പായുടെ നിയോഗാർത്ഥമുള്ള നിയോഗങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് 6-ാം പോൾ മാർപ്പാപ്പ എഴുതുന്ന സമയത്ത് 1967 അത് 8 സ്വർഗസ്വനായ പിതാവേയും 8 നർമ്മം നിറഞ്ഞ മറിയമേയും 8 തൃത്വസ്തുതിയുമാണ്. അതിനു മുൻപ് അത് 20 സ്വർഗസ്വനായ പിതാവേയും 20 നന്മ നിറഞ്ഞ 20 തൃത്വസ്തുതിയുമായിരുന്നു മാർപ്പാപ്പായുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് പോൾ 6-ാമൻ പാപ്പ അത് 8 ചുരുക്കി. ജോൺ പോൾ പാപ്പ അത് 1 ചുരുക്കി. കാരണം നമുക്കൊക്കെ തിരക്കൊക്കെ ഉള്ളവരായതുകൊണ്ടും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം നമുക്ക് ചിലപ്പം പ്രാർത്ഥിക്കാനായിട്ട് ഈ 8 സ്വർഗസ്വനായ പിതാവേയും നന്മ തൃത്വസ്തുതിയും ചൊല്ലാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിലോ എന്നായിരിക്കാം. അത് മാർപ്പാപ്പ അതും വീണ്ടും കുറച്ചു. 1 സ്വർഗസ്വനായ പിതാവേയും 1 നന്മ നിറഞ്ഞ മറിയമേയും 1 തൃത്വസ്തുതിയും ചൊല്ലി സമർപ്പിച്ചാൽ മതി. മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം എന്ന് പറഞ്ഞ് ആ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അത് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിർണയിക്കപ്പെട്ട പ്രവൃത്തിയാകാം, പ്രാർത്ഥനയാകാം, അതും ചെയ്യണം എന്നുള്ളതാണ്. പോൾ 6-ാമൻ പാപ്പ എഴുതിയ ആ ലേഖനത്തിൽ, ആ ഡോക്യുമെന്റിൽ പറയുന്നത്, നിർണയിക്കപ്പെട്ട, അതായത് പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കാനുള്ള പ്രാർത്ഥനയാകാം, പ്രവൃത്തിയാകാം, അത് ചെയ്തതിന് ശേഷം 20 ദിവസങ്ങൾക്ക് മുമ്പോ ശേഷമോ 3 വ്യവസ്ഥകളും പൂർത്തിയാക്കിയാൽ മതി. എന്നാൽ കുർബാന സ്വീകരണവും മാർപ്പാപ്പായുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥനയും അത് നിശ്ചയിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ദണ്ഡവിമോചനത്തിനുള്ള ആ നിർണയിക്കപ്പെട്ടിട്ടുള്ള ആ കാര്യം ചെയ്യുന്ന ദിവസം തന്നെ ആകണം എന്നാണ്. പക്ഷെ അത് പിന്നീട് പാപ്പ, നമ്മുടെ ജോൺ പോൾ 2-ാമൻ പാപ്പയാണ് 1999 പാപ്പ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻഗ്രിഡിയോൺ ഇൻ്റലിജൻസിയാറും, അതായത് ആ എൻഗ്രിഡിയോണിൽ അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറി ഇറക്കിയ 4-ാമത്തെ പതിപ്പിൽ അത് കുറച്ചിട്ടുണ്ട്. മാർപ്പാപ്പ വീണ്ടും കുറച്ചിട്ടുണ്ട്. കൗദാശികമായ കുമ്പസാരം അതൊക്കെ അന്ന് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കൗദാശികമായ കുമ്പസാരം, കുർബാന സ്വീകരണം, മാർപ്പാപ്പായിട്ടുള്ള പ്രാർത്ഥന എന്നത് നമ്മൾ ദണ്ഡവിമോചന കർമ്മം ചെയ്യുന്ന ആ ദിവസം തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ പറ്റിയില്ലെങ്കിൽ അത് 20 ദിവസങ്ങൾക്ക് മുൻപോ ശേഷമോ ചെയ്താലും മതി. ഇതൊക്കെ പ്രധാനമായിട്ടും വല്ല കപ്പൽ യാത്ര ചെയ്യുകയോ അങ്ങനെ അസാധ്യമായ പറ്റാതെ വരുന്നവർക്ക് വേണ്ടി ഉള്ള ആനുകൂല്യമാണ്. എല്ലാവർക്കും വേണ്ടി അത് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ലത്, ഏറ്റവും നല്ലത്
അത് മറന്നു പോകാതെ വിട്ടുപോകാതെ അതിൻ്റെ കൃപകൾ സ്വീകരിക്കാൻ നല്ലത് നമ്മൾ എന്നാണോ ഇപ്പോൾ ദണ്ഡവിമോചന കർമ്മം, പ്രാർത്ഥന അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നത് അന്ന് തന്നെ വിശുദ്ധുർബാനയും സ്വീകരിച്ച് മാർപ്പാപ്പായുടെ നിയോഗത്വം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃപകൾ നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റും. നമ്മൾ ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചുരുക്കി, കാരണം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇനി പറയാനുണ്ട് എങ്കിൽ തന്നെയും അതിൽ പ്രധാനപ്പെട്ട ആ കാര്യം നമ്മൾ വീണ്ടും മനസ്സിൽ വയ്ക്കുക. ദണ്ഡവിമോചനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പണമല്ല, മറ്റൊന്നുമല്ല. കാരണം ഇതിലൂടെയൊന്നും ആർക്കും പണം കിട്ടാൻ വേണ്ടിയോ ബിസിനസ് നടത്താൻ വേണ്ടിയോ കൊമേഴ്ഷ്യലൈസേഷൻ ഒന്നുമല്ല ഇതിൻ്റെ ലക്ഷ്യം. പിന്നെയോ ഇതിൻ്റെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം, നമ്മൾ വിശുദ്ധി പ്രാപിക്കുക, ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാനുള്ള ആത്മാക്കളെ സഹായിക്കുക. എങ്ങനെ? ഉപവിയിലൂടെ. നമുക്കുള്ളിൽ ഉപവിയും സ്നേഹവും ദൈവബന്ധവുമൊക്കെ നമുക്കുള്ളിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നമ്മൾ ഓർക്കുക. ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1999 സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ വീണ്ടും പറയുന്ന ഒരു കാര്യം കൂടെ കേട്ടുകൊള്ളുക. അദ്ദേഹം പറയുകയാണ്, രക്ഷാകര പദ്ധതിയുടെ ഹൃദയമായ ഉടമ്പടിയുടെ ന്യായപ്രകാരം ഈ ദാനം, അതായത് ദണ്ഡവിമോചനം, നാം സ്വീകരിക്കാതെയും നമ്മുടെ പ്രതികരണമില്ലാതെയും നമ്മിലേക്ക് കടന്നു വരുന്നില്ല. അപ്പം നമ്മൾ സ്വീകരിക്കണം, നമ്മളുടെ പ്രതികരണവും വേണം, നമുക്കുള്ളിൽ ഈ സ്നേഹം വളരണം. വീണ്ടും അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ്, ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത്, ദണ്ഡവിമോചനം എന്നത് മാനസാന്തരത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒരു തരം കിഴിവ്, ഡിസ്കൗണ്ട് എന്ന പേരാണ്. അത് കിഴിവല്ല എന്നതിനേക്കാൾ അതിൻ്റെ അടിസ്ഥാനപരമായ പൂർണ്ണതയ്ക്ക് സഹായിക്കുന്ന ഒന്നായി കാണണമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം ദണ്ഡവിമോചനം എന്നത് മാനസാന്തരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ദണ്ഡവിമോചനത്തെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് കൂടുതലായിട്ട് മരിച്ചവർക്ക് വേണ്ടി തന്നെ ഒക്കെ ഉപയോഗിക്കാനും, അവർക്ക് വേണ്ടി ഉപയോഗിച്ച് അതുപോലെ തന്നെ അവരെ സഹായിക്കാനായിട്ട് നമ്മൾക്ക് അതൊക്കെ ധാരാളം ഉപയോഗിക്കാവുന്നതാണ്. മരണമടഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വലിയ സഹായമാണ് ദണ്ഡവിമോചനങ്ങൾ. കഴിഞ്ഞ ദിവസം സംശയം ചോദിച്ച കൂട്ടത്തിൽ അതിൽ ഒന്ന് ഈ ദണ്ഡവിമോചനങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങളുണ്ട്. അത് മാത്രം ഞാനിപ്പോൾ പറയാം. അതെങ്ങനെയാണ്, ദണ്ഡവിമോചനം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ള മറ്റൊരു ചോദ്യം, നാം നേടുന്ന ദണ്ഡവിമോചനങ്ങൾ കാഴ്ചവെക്കേണ്ടത് ഒരു പ്രത്യേക ആത്മാവിന് വേണ്ടി മാത്രമാണോ അതോ എല്ലാ മരിച്ചവർക്കും വേണ്ടിയാണോ? ദണ്ഡവിമോചനങ്ങൾ നമുക്ക് 2 വിധത്തിലും ചെയ്യാം. ഒന്ന്, നമുക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി സമർപ്പിക്കാം, ഒരു കുഴപ്പമില്ല. അതാണ് ഏറ്റവും നല്ലതും പ്രയോജനപ്രദവും. ഉദാഹരണത്തിന്, എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ വല്യപ്പൻ, എൻ്റെ വല്യമ്മ, ആ വല്യപ്പൻ്റെ ആത്മാവിന് വേണ്ടി ഈ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞ് അത് തന്നെയാണ് നല്ലത്, ഏറ്റവും പ്രയോജനപ്രദം. പക്ഷെ നമ്മൾ ആരും അറിയാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ സമർപ്പിക്കുന്ന ദണ്ഡവിമോചനങ്ങളാകുമ്പോൾ അത് പലപ്പോഴും നമുക്ക് ഇപ്പം ഇന്ന വ്യക്തിക്കെന്ന് പറയാൻ പറ്റിയല്ല. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആ നിയോഗത്തിൽ നമ്മൾ സമർപ്പിച്ചാൽ മതി. അപ്പോൾ അവർക്കത് അതിൻ്റെ ഉപകാരം കിട്ടിക്കൊള്ളും. പിന്നെ മറ്റൊരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുള്ളത്, ഒരു ദിവസം ഒരുപാട് ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അപ്പോഴും മാർപ്പാപ്പായുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ? അതായത് ഒരു ദിവസം ഒരുപാട് ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പിടികിട്ടിയോ? ഒരു ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനം മാത്രമാണ് സാധാരണഗതിയിൽ നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മരണാസന്നനായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം പല ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നവംബർ മാസം 2-ാം തീയതി മാത്രമാണ് അത് മരിച്ചവർക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം ഒന്ന് മാത്രമാണ് പൂർണ്ണ ദണ്ഡവിമോചനം. എന്നാൽ ഭാഗിക ദണ്ഡവിമോചനങ്ങൾ എത്ര വേണമെങ്കിലും ഒരു ദിവസം സ്വീകരിക്കാം. 1000-ഓ 10,000-ഓ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. വിശുദ്ധ പാദ്രി പിയോയും ഫിലിപ്പ് നേരി ഒക്കെ, വിശുദ്ധ ഫിലിപ്പ് നേരിയൊക്കെ ഒരു ദിവസം അവർ ഒരു പ്രത്യേകമായിട്ടൊരു പർഗട്രി ബോക്സ് എന്ന് പറഞ്ഞ് ഒരു ബോക്സ് തന്നെ അവരുടെ റൂമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പാദ്രി പിയോ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അടുത്ത് പുറത്ത് ഒരു ബോക്സ് വെച്ചിട്ട് അതിൽ കുറേ തുണ്ടു പേപ്പറുകളിൽ കുറേ പാപത്തിൻ്റെ പേരുകൾ, 100 കണക്കിന് പാപത്തിൻ്റെ പേരുകളും തുണ്ടു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്.
അദ്ദേഹം ആ വഴി കടന്നു പോകുമ്പോഴൊക്കെ അതിലൊരു പേപ്പർ എടുക്കും. അതിനുശേഷം ആ പാപം, ഉദാഹരണം നുണ എന്നാന്ന് കരുതുക, അപ്പം നുണ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും ശുദ്ധീകരണത്തിൽ കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു ഭാഗിക ദണ്ഡ വിമോചന പ്രാർത്ഥന, ഏതെങ്കിലും ഭാഗിക ദണ്ഡ പ്രാർത്ഥിച്ചല്ലോ, നമുക്കുണ്ട് ഇഷ്ടം പോലെ. അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ ഭാഗിക ദണ്ഡ വിമോചന പ്രാർത്ഥന നമുക്ക് ചെല്ലാൻ പറ്റും. ഭാഗിക ദണ്ഡ വിമോചനത്തിന് മാർപ്പാപ്പയുടെ നിയോഗം പ്രാർത്ഥിക്കണമെന്നില്ല. ഭാഗിക ദണ്ഡ വിമോചന പ്രാർത്ഥനയ്ക്ക് മാർപ്പാപ്പയുടെ നിയോഗം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പൂർണ്ണ ദണ്ഡ വിമോചനത്തിനാണ് മാർപ്പാപ്പയുടെ നിയോഗത്തുള്ള പ്രാർത്ഥനയൊക്കെ വേണ്ടത്. വിശുദ്ധ കുർബാനയിൽ കുർബാന പങ്കെടുത്ത് കുർബാന സ്വീകരിക്കേണ്ടതൊക്കെ ഭാഗിക ദണ്ഡ വിമോചനത്തിനാണ്. ഭാഗിക ദണ്ഡ വിമോചനത്തിന് ഏതെങ്കിലും വ്യവസ്ഥ ഇല്ലാതെ പോയാൽ അത് പൂർണ്ണദണ്ഡ വിമോചനത്തിൻ്റെ ഏതെങ്കിലും വ്യവസ്ഥകൾ നമ്മൾ ചെയ്യാതെ പോയാൽ, പൂർണ്ണമാകാതെ പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഭാഗിക ദണ്ഡ വിമോചനമാകും. ഉദാഹരണത്തിന് മാതാവിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ പൂർണ്ണദണ്ഡവും നേടിയെടുക്കാൻ പറ്റും. പക്ഷേ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് വേറെ ചില വ്യവസ്ഥകൾ കൂടെയുണ്ട്. ഒന്ന്, അത് ഗ്രൂപ്പിലായിരിക്കണം ചെല്ലേണ്ടത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ തന്നെയാകാം, ഭാര്യയും ഭർത്താവോട് ഒന്നിച്ചിരുന്ന് ചെല്ലിയാലും ഗ്രൂപ്പായി. ഭാര്യയും മക്കളോട് കൂടി ചേർന്നിരുന്നാലും പ്രാർത്ഥിച്ചാലും അതും പൂർണ്ണദണ്ഡത്തിനുമാകാം. അപ്പം ഗ്രൂപ്പിലായിരിക്കണം, ഒന്നിലധികം പേര് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിലാകണം. അത് സന്യാസ ഭവനങ്ങളിലാകാം, പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതാകാം, പ്രാർത്ഥനാ ഗ്രൂപ്പിലാകാം, ഏതുമാകാം. അപ്പം അതിനൊക്കെ പൂർണ്ണദണ്ഡമോചനം നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ജപമാല വഴിയുള്ള പൂർണ്ണദണ്ഡമോചനം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് വ്യവസ്ഥകൾ അതുപോലെ തന്നെ ഇരിക്കുന്നു. കുർബാന സ്വീകരിക്കണം, അതുപോലെ തന്നെ കുമ്പസാരിച്ചിരിക്കണം, മാർപ്പാപ്പയുടെ നിയോഗം പ്രാർത്ഥിക്കണം. അതിന് വ്യവസ്ഥയില്ല, അതിന് മാറ്റമില്ല. അതുപോലെ തന്നെ പാപത്തെ ഉപേക്ഷിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ. അഡീഷണലായിട്ട് ഇതിനുള്ളത് ഗ്രൂപ്പായിട്ട് ചൊല്ലണം. 5 രഹസ്യങ്ങൾ തുടർച്ചയായി പ്രാർത്ഥനാപൂർവ്വം ചൊല്ലിയിരിക്കണം. 2 ചൊല്ലിയിട്ട് പിന്നെ പോയി കുറേ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് ബാക്കി 3 ചൊല്ലിയാൽ പറ്റിയല്ല. തുടർച്ചയായിട്ട് ചൊല്ലണം, ഭക്തിയോടെ ചൊല്ലണം, ധ്യാനാത്മകമായി ചൊല്ലണം എന്നുള്ളതാണ്. അത്രയും ചൊല്ലിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയായാൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ജപമാലയിലൂടെ നമുക്ക് പൂർണ്ണദണ്ഡവും നേടിയെടുക്കാൻ പറ്റും. 10 പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന ജപമാല, അതിൽ 10 പേർക്കും ഈ ദണ്ഡവിമോചനം വേണമെന്നുള്ള നിയോഗം ഇല്ലെങ്കിലും അതിൽ പങ്കെടുക്കുന്ന എനിക്ക് ആ നിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ എല്ലാവർക്കും ആ നിയോഗം വേണമെന്ന് നിർബന്ധമില്ല. അതുകൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കുരിശിൻ്റെ വഴിക്ക് പൂർണ്ണദണ്ഡവിമോചനമുണ്ട്. പക്ഷെ അത് കുരിശിൻ്റെ വഴി തനിച്ച് ചെല്ലിയാൽ പൂർണ്ണദണ്ഡവനാകിയാൽ ഭാഗിക ദണ്ഡവിമോചനമാകും. കൊന്തയിലും ഈ മാതാവിൻ്റെ ജപമാല ചൊല്ലുന്നതിലും അതിലേതെങ്കിലും വ്യവസ്ഥകൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാഗിക ദണ്ഡവിമോചനമാകും. അതുപോലെ ഈ കുരിശിൻ്റെ വഴിയിൽ അതിൻ്റെ പ്രത്യേക കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്ന്, കുരിശിൻ്റെ വഴികൾ, സ്ഥലങ്ങൾ, സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ നടന്ന് വേണം പോകാനായിട്ട്. മൂവ്മെൻ്റ് ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികളോ അല്ലെങ്കിൽ കപ്പിയാരോ ഒക്കെ ആയിട്ട് ഒരു കുരിശും പിടിച്ച് സ്ഥലങ്ങളിലൂടെ അവർ ചരിക്കും, ബാക്കി എല്ലാവരും ചരിക്കണമെന്നില്ല. ഇനി എല്ലാവർക്കും ചരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് ഉള്ളത് നല്ലതാണ്. ഇനി എല്ലാവരും പറ്റാത്ത 1000കണക്കിന് ആളുകളുണ്ട്, എല്ലാവർക്കും ഓരോ സ്ഥലത്തൂടെയും പോകാൻ പറ്റിയല്ല. അപ്പോൾ അവർ നിന്നാൽ മതി. അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 2 3 പേര് ഓരോ സ്ഥലങ്ങളിലൂടെയും മൂവ് ചെയ്യണം എന്നുള്ളതാണ്. 14 സ്ഥലങ്ങളിലും ക്രിസ്തുവിൻ്റെ പീഡാസനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രത്യേക വ്യവസ്ഥ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും പൂർണ്ണദണ്ഡവും നേടിയെടുക്കാൻ പറ്റും. അരമണിക്കൂറിലധികം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും പൂർണ്ണദണ്ഡവും നേടിയെടുക്കാൻ പറ്റും. നിത്യാരാധനയോ പരിശുദ്ധ കുർബാനയുടെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ദേവാലയങ്ങളിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ, അരമണിക്കൂറിലധികം പ്രാർത്ഥിച്ചാൽ, അത് നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇന്നത് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. ഇനി ഡബിളാണ്, പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അപ്പോൾ ഉറപ്പായിട്ടും അതൊരു പൂർണ്ണദണ്ഡവിമോചനത്തിൻ്റെ പൂർണ്ണഫലം കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ പൂർണ്ണദണ്ഡവിമോചനങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് ഉള്ള വഴികൾ ധാരാളമുണ്ട് എന്നോർക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 3 ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരവും പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഏതാനും നിമിഷങ്ങൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ശിക്ഷകൾ ഇളച്ചു തരുന്ന കാൽവരിയിലെ കുരിശിൻ്റെ നായകൻ നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ച സ്നേഹത്തിൻ്റെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. 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 ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിയേശുവേ. പരിശുദ്ധനെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധനെ പരിശുദ്ധനെ ബലവാനെ അമർത്യനെ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാവങ്ങൾക്കുള്ള പരിഹാരമായി ക്രിസ്തു കാൽവരിയിൽ മരിച്ചു, ബലിയർപ്പിച്ചു. നമ്മൾ ചെയ്യുന്ന പാവങ്ങളുടെ കാലിക ശിക്ഷകൾ പാപത്തിൻ്റെ ഫലമായുണ്ടാകുന്ന നരകനാശത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചെങ്കിലും കാലിക ശിക്ഷകൾ അത് വീണ്ടും അവശേഷിക്കുന്നു. അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ തിരുസഭയിലൂടെ കർത്താവ് നൽകുന്ന വലിയ ഒരു കാരുണ്യത്തിൻ്റെ പ്രകടനമാണ് ദണ്ഡവിമോചനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി ഏതാനും ചില ദണ്ഡവിമോചന പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ഭാഗിക ദണ്ഡവിമോചനങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസപ്രകരണം, സ്നേഹപ്രകരണം, ശരണപ്രകരണം, ഇതിനെല്ലാം ഭാഗിക ദണ്ഡവിമോചനങ്ങൾ ഉള്ളതാണ്. വിശ്വാസപ്രകരണം പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, കത്തോലിക്കാ തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യങ്ങളെല്ലാം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. എന്തെന്നാൽ വഞ്ചിക്കുവാനും വഞ്ചിക്കപ്പെടുവാനും കഴിയാത്തവനായ അങ്ങ് തന്നെയാണ് അവ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരണപ്രകടനം പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, അങ്ങ് സർവശക്തനും അനന്തദയാലുവും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ്. ആകയാൽ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ യോഗ്യതകളാൽ പാപമോചനവും അങ്ങയുടെ പ്രസാദപര സഹായവും നിത്യജീവിതവും എനിക്ക് ലഭിക്കുമെന്ന്
ഞാൻ പ്രത്യാശിക്കുന്നു. സ്നേഹപ്രകടനം. എൻ്റെ ദൈവമേ, അങ്ങ് അനന്ത നന്മ സ്വരൂപനും പരമസ്നേഹയോഗ്യനുമാണ്. ആകയാൽ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാറ്റിലുപരിയായി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയോടുള്ള സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെയും എന്നെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ഉപദ്രവിച്ചുള്ള എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ഉപദ്രവിച്ചുള്ള എല്ലാവരോടും മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്കാം. ദിവികാനീശോയെ നോക്കിക്കൊണ്ട് മരിച്ചുപോയ വിശ്വാസികൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗത്തിൽ എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുന്നവർക്ക് നമ്മുടെ ഈ ദണ്ഡ വിമോചന പ്രാർത്ഥനകളിലെ യോഗ്യതകൾ ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും അതുപോലെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും യോഗ്യതകളോട് ചേർത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന യേശുവേ, ആരാധന, 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 ആരാധന. മരണം വഴി വേർപെട്ടുപോയ എല്ലാ വിശ്വാസികളോടും കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ആരാധന, ആരാധന, ആരാധന. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. നമുക്ക് മരണമടഞ്ഞു പോയ മാർപ്പാപ്പമാരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരണമടഞ്ഞു പോയ കർദിനാൾമാര്, പാത്രിയാർക്കീസ്മാര്, കരുണാർഷിക്കണമേ. മേജർ ആർച്ച് ബിഷപ്പുമാര്, കരുണാർഷിക്കണമേ. മെത്രാപ്പോലിത്താമാര്, മെത്രാന്മാര്, വൈദികര്, സന്യാസികള്, സെമിനാരിക്കാര്, പലപ്പോഴും അവർക്ക് വേണ്ടിയൊന്നും നമ്മൾ അധികം പ്രാർത്ഥിക്കാറില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലരുടെ വിശുദ്ധമായ ജീവിതമാണ് നയിച്ചതെന്ന് കരുതി നമ്മൾ അവർക്ക് വേണ്ടിയൊന്നും ബലികൾ അർപ്പിക്കാറില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടാകില്ല. അത് വലിയൊരു ക്രൂരതയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരിലാരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിൽ അവർക്ക് മോചനത്തിന് വേണ്ടി നമുക്ക് ഏതാനും ചില പ്രാർത്ഥനകൾ കുറിച്ചുള്ള മനസ്താപ പ്രകടനം ഒരു ഭാഗ്യദണ്ഡമോചന പ്രാർത്ഥനയാണ്. നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടമാക്കി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. നമുക്ക് മരിച്ചുപോയ മാർപ്പാപ്പമാരുടെയും കർദിനാൾമാരുടെയും പാത്രിയാർക്കീസുമാരുടെയും മേജറാർച്ചുബിഷപ്പുമാര്, മെത്രാപ്പോലീത്താമാര്, മെത്രാന്മാര്, വൈദികർ, സന്യാസികള്, സെമിനാരിക്കാര്, അവരുടെ എല്ലാം ആത്മാക്കൾക്ക് മോചനത്തിനായി പ്രാർത്ഥിച്ച് ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരമുയർത്തി വീണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ നീ കനി
ഇവരിൽ നീ കനിയേണമേ. നമുക്ക് നമ്മുടെ ഇടവകകളിൽ ജോലി ചെയ്തിട്ടുള്ള വൈദികര്, നമ്മളുമായി ബന്ധപ്പെട്ടവർ, കൂദാശകൾ പരികർമ്മം ചെയ്ത് നമ്മുടെ ആത്മീയ പോഷണത്തിനു വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള അവരിൽ പലരും മരിച്ചു പോയിട്ടുണ്ടാകാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയിൽ ശുശ്രൂഷയുള്ള സിസ്റ്റേഴ്സ് മരിച്ചവരുണ്ടാകാം, അവരെ സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മളുമായിട്ടൊക്കെ ഏതെങ്കിലും വിധത്തിൽ അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ബന്ധപ്പെട്ടിട്ടുള്ള സമർപ്പിതര്, വൈദികര്, അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. മരണമടഞ്ഞു പോയവരെ സമർപ്പിക്കാം. ഏതെങ്കിലും വൈദികരോ സന്യസ്തരോ അവരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ കടമയുണ്ട് എന്നോർക്കുക. അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ചവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ കടമപ്പെട്ടിട്ടുള്ളവരുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ആ വെറുപ്പും വിദ്വേഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഈശോയുടെ മുമ്പിലേക്ക് അർപ്പിച്ച് നമ്മുടെ മനസ്സിനെ വൃത്തിയുള്ളതാക്കി മാറ്റി സ്നേഹം കൊണ്ട് നിറച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, 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 ആരാധന. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. നമുക്ക് ഒരു കൂട്ടരെ കൂടെ പ്രത്യേകമായിട്ട് അവരുടെ ആത്മാക്കളെ കൂടെ അവർക്ക് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിലൂടെ നഷ്ടങ്ങളോ നാശമോ സഹിച്ചിട്ടുള്ള വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നാം പ്രത്യേകം കണ്ണീരോടെ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ന്യായമായി നീതിപൂർവമായി ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കാതെ മരിച്ചു പോയിട്ടുള്ളവരുണ്ടാകാം. നമ്മുടെ അശ്രദ്ധ മൂലം മരിച്ചവരുണ്ടാകാം. നമ്മുടെ പ്രവർത്തനം മൂലം മരിച്ചവരുണ്ടാകാം. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മളിലൂടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും വ്യക്തികളെ ദുരുപയോഗിച്ചിട്ടുണ്ട്, അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളെ വ്യക്തിഹത്യ നടത്തി അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികൾ ഏതെങ്കിലും വ്യക്തികൾക്ക് ആത്മഹത്യക്കോ ഒക്കെ കാരണമായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. നമ്മൾ മൂലം നാശമോ നഷ്ടമോ ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല, കുറ്റബോധപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളിലൂടെ ഏതെങ്കിലും നാശമോ നഷ്ടങ്ങളോ സംഭവിച്ചിട്ട് മരിച്ചുപോയിട്ട് അവർക്ക് വേണ്ടി അവരുടെ ആത്മാക്കളിലേക്ക് ദൈവത്തിന്റെ കാരണോടി ഇറങ്ങട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. ആത്മാ
മക്കൾക്കാശ്വാസം നൽകേണമേ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.